കർത്താവിൻ്റെ വചനം ഹല്ലേലൂയ സംസാരിപ്പാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ സ്തോത്രം നമ്മുടെ ചില പ്രത്യേക ശുശ്രൂഷകളൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനുള്ള വലിയ താല്പര്യത്തോടാണല്ലോ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത്. ഞാനും വളരെ സന്തോഷത്തിലാണ്, നിങ്ങളും എല്ലാവരും സന്തോഷത്തിലാണെന്ന് നിങ്ങളുടെ മുഖങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. സ്തോത്രം. കർത്താവ് കഴിഞ്ഞ രാത്രിയിൽ നമ്മോട് ഹൃദ്യമായി സംസാരിച്ചു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. നീ എത്രമാത്രം നിൻ്റെ ജീവിതത്തിൽ കൈവിടപ്പെട്ടു പോയാലും, ചിലപ്പോൾ ശീതവാനോ ചിലപ്പോൾ ഉഷ്ണവാനോ ആയി ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലായാലും യഹോവയായ ദൈവം പറയുന്നു, ഇതിലേതെങ്കിലും ഒന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്നാൽ അവസാനമായി കർത്താവ് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഇന്നും നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മോട് സംസാരിപ്പാനിടയാകും. സ്തോത്രം. നമുക്ക് വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ ദാസന് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ശുശ്രൂഷകൾക്കുള്ളതായ സ്വാതന്ത്ര്യം നൽകി സ്തോത്രം ഞങ്ങൾ വിരമിക്കുകയല്ല, പോവല്ല, പക്ഷേ ഇവിടെ തന്നെ ഉണ്ട്. കർത്താവ് സഹായിക്കട്ടെ. തുടർന്നുള്ളതായ ശുശ്രൂഷകൾക്ക് ഞാൻ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുവാൻ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? സ്തോത്രം. ഒന്നുകൂടെ ഉറക്കെ പ്രൈസ് ലോർഡ്. നമ്മൾ സാധാരണ സന്തോഷത്തോടെ ദൈവത്തിനെ ശുശ്രൂഷിക്കുന്നവരെ കരങ്ങളടിച്ച് സന്തോഷത്തോടെ കർത്താവിനെ സ്വീകരിക്കാറുണ്ട്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ളതായ വചന ശുശ്രൂഷകൾക്കായി നമുക്ക് സന്തോഷത്തോടെ എല്ലാവരും ആ കരി കയറ്റിയവരെല്ലാം കൂടെ കൈയൊന്ന് അടിച്ചൊന്നടിച്ചേ. ഓക്കെ, താങ്ക് യു. ഓക്കെ പാസ്റ്റർ, താങ്ക് യു. ഹല്ലേലൂയ. സന്തോഷത്തോടെ എല്ലാവരും കൂടെ ചേർന്ന് കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയിട്ട് നമ്മെ ദയവായിട്ട് കണ്ണുകളെല്ലാം കർത്തൃസന്നിധിയിലൊന്ന് അടച്ച് അധരങ്ങളെല്ലാം ഒന്ന് തുറന്ന് ഹൃദയങ്ങളെല്ലാം ഒന്ന് ഏകാഗ്രമാക്കുകയും ഒരുമിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ട്. എല്ലാവരും ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, നിർത്താതെ സ്തോത്രം ചെയ്താട്ട്, ആത്മമണ്ഡലം തുറക്കപ്പെടത്തക്ക വിധത്തിൽ കീബോർഡ് ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഒരുമിച്ചൊന്ന് പാടിക്കേ. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ
തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ പാടിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ ഉച്ചത്തിൽ പഠിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ പഠിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഉച്ചത്തിൽ പാടുക. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. രാജാവേ, കർത്താതി കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിൻ്റെ സ്തോത്രം. ഇന്ന് പകലിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. വലിയ ദൈവിക ഇടപെടൽ അനുഭവിപ്പാൻ കൃപ ചെയ്യണം. അന്തരീക്ഷത്തെ അവിടുന്ന് നൽകണമേ. പരിശുദ്ധാത്മാവെ, അങ്ങ് ചലിച്ചുകൊണ്ടേയിരിക്കണമേ. ഇത് അങ്ങയുടെ പകലാണ്. അവിടുന്ന് ചലിക്കും. ഈ ജനം അനുഗ്രഹിക്കപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ കരമുയർത്തി ഒരിക്കൽ കൂടി എല്ലാവരും ഉച്ചത്തിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചട്ടെ. വേഗം ബൈബിൾ തുറന്ന് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കാനായിട്ട് പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ആമുഖത്തിൻ്റെ വിശദീകരണങ്ങളൊന്നും കൂടാതെ ഡയറക്റ്റ് ഈ വാക്യത്തിലേക്ക് വേഗം ഒന്ന് വന്ന് അത് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആരാധനയോടെ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശേഷിച്ച് ബഹുമാന്യനായ ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിലേക്ക് എന്നെ ക്ഷണിച്ചതോർത്ത് നന്ദി പറയുന്നു. കർത്താവ് കുടുംബമായി അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് പ്രിയ ബ്ലസൻ ബ്രദറിനോടൊപ്പം ചില മാസങ്ങൾക്ക് മുമ്പ് ഓട്ടോവയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകി. ഇവിടെയും ദൈവം തരുന്ന അവസരങ്ങൾക്ക് സ്തോത്രം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ വാക്യം ശ്രദ്ധിച്ച്, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ആദ്യത്തെ ആ പദമൊന്ന് പറഞ്ഞ്, സത്യ നമസ്കാരികൾ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞാട്ടെ. സത്യ നമസ്കാരികൾ. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇവിടെ ഈ സത്യ നമസ്കാരികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സത്യ നമസ്കാരികൾ സാധാരണ അതിന് ഉപയോഗിക്കുന്ന ഗ്രീക്ക് പദം പ്രോസ്കുനേറ്റസ് എന്നാണ്. പ്രോസ്കുനേറ്റസ്. ഈ പ്രോസ്കുനേറ്റസ് എന്നുള്ളതിൻ്റെ ആ ഒരു കൃത്യമായ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ട്രൂ വോർഷിപ്പേഴ്സ്. അതിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്, സിൻസിയർ വോർഷിപ്പർ. അപ്പം സത്യ നമസ്കാരി എന്ന് പറഞ്ഞാൽ ട്രൂ വോർഷിപ്പറാണ്, സിൻസിയർ വോർഷിപ്പറാണ്.
ആ സത്യനമസ്കാരി പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നെന്നാണ് പറയുന്നത്. ഇനി ഈ സത്യനമസ്കാരി എന്ന് പറയുന്ന ആ ഒരു വാക്ക് കുറച്ചുകൂടെ നമുക്ക് ബൈബിളിൽ നിന്ന് ഒന്ന് നിർവചിച്ചെടുക്കാനായിട്ട് കഴിയും. അതിന് ലൂക്കോസ് 1:74 വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ വായിക്കുന്നു, തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുന്ന ട്രൂ വർഷിപ്പറിൻ്റെ പ്രത്യേകതയാണ്. ദൈവ മുൻപിൽ ചെന്നിട്ട് വിശുദ്ധിയിലും നീതിയിലും ദൈവത്തെ ആരാധിക്കുകയാണ്. ട്രൂ വർഷിപ്പറിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ലൂക്കോസ് 2:37 നമ്മൾ വായിക്കുന്നുണ്ട്, രാവും പകലും ആലയം വിട്ടുപിരിയാതെ ആരാധിക്കുന്ന എന്നാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തി 26 7 വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ട്രൂ വർഷിപ്പറിനെ അവിടെ നമ്മൾ കാണുന്നത് രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിക്കുന്നു. ഇനിയും 2 തിമോത്തിയോസിന്റെ ലേഖനം 1 വാക്യത്തിലേക്ക് വരുമ്പോൾ നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്നു. നമ്മുടെ ഒരു പദം കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവം, നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുക. എബ്രായ ലേഖനം 9 14 വാക്യത്തിൽ ഈ സത്യാരാധന അല്ലെങ്കിൽ സിൻസിയർ വോർഷിപ്പർ, ട്രൂ വോർഷിപ്പർ എന്ന് പറയുന്ന വാക്കിനെ അവിടെ പറയുന്നത് മനസാക്ഷിയുടെ നിർജീവ പ്രവർത്തികളെ പോക്കി ആരാധിക്കുന്നവർ എന്നാണ്. പെട്ടെന്ന് എൻ്റെ കൂടെ വരാമെങ്കിൽ മിഠായി മേടിച്ചു തരാം ഞാൻ. പെട്ടെന്ന് വാക്യങ്ങൾ ഇടാമെങ്കിൽ ഞാനിങ്ങനെ ഒരുപാട് വാക്യം പറയും കേട്ടോ. മോൾക്ക് മലയാളം അത്ര പിടിയില്ലെങ്കിൽ പ്രായമുള്ള ആരെങ്കിലും ഒന്നിരിക്കണേ. വെളിപ്പാട് 7:15 നമ്മൾ വായിക്കുന്നു, അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്ന. ഇതാണ് ഈ ട്രൂ വർഷിപ്പർ, സിൻസിയർ വർഷിപ്പർ എന്ന് പറയുന്നത്. ഒരു പക്ഷെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിന് ഒരുപാട് അപ്പുറത്താണ് ബൈബിൾ വിഭാവനം ചെയ്യുന്ന ആരാധന എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ട്രൂ വർഷിപ്പർ അല്ലെങ്കിൽ സത്യാരാധന അല്ലെങ്കിൽ സിൻസിയർ വർഷിപ്പ് എന്ന് പറയുന്നതിന് നേരെ വിപരീതമായ മറ്റൊരാരാധനയുണ്ട്. മിക്കവാറും നമ്മുടെ ഇടയിലൊക്കെ നടക്കുന്ന ആരാധന അങ്ങനെയുള്ള ആരാധനയാണ്. യെശയ്യാപ്രവചനം 29:13 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ജനം അടുത്തു വന്ന് അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തെ അവരെ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വെച്ചിരിക്കുന്നു. അടുത്തു വരുമ്പോൾ ഭയങ്കര ആരാധനയൊക്കെയാണ്, പക്ഷെ ഹൃദയമില്ലാത്ത ആരാധന. എന്നോടൊപ്പമുണ്ടോ? വർഷിപ്പുണ്ടോ? വർഷിപ്പുണ്ട്. ചർച്ച വരുമോ? ചർച്ച വരും, പക്ഷേ ആരാധനയ്ക്കകത്ത് ഹൃദയമില്ല. അവിടെ വേറൊരു പദമുണ്ട്, എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷകൽപ്പനയാണ്. ഭക്തി എന്ന മനപ്പാടമാക്കിയ മാനുഷകൽപ്പന പഠിച്ചു വെച്ചേക്കുക. അതാണ് ഈ തട്ടി വിടുന്നത്. നമ്മളതിനെ ആരാധന എന്നാണ് വിളിക്കുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, ഇത് വ്യർത്ഥമായി ഭജിക്കുന്നതാണ്. ആ വാക്ക് വാസ്തവത്തിൽ മത്തായി സുവിശേഷത്തിലെ ഈ യെശയ്യാപ്രവചനത്തിലെ വാക്യം കർത്താവ് കോട്ട് ചെയ്യുന്നത് മത്തായി സുവിശേഷത്തിലേക്ക് 15 അധ്യായം അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ടത്. 7, 8, 9 മാത്യു 15:7, 8 and 9. അതിൽ 8 വാക്യം നോക്കി, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അടുത്ത വാക്കുണ്ടോ? മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവരെ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ എന്ത് ചെയ്യുന്നു? എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, വ്യർത്ഥമായി ഭജിക്കുന്നു. സ്തോത്രം. വ്യർത്ഥമായി ഭജിക്കുക, മനപ്പാടമാക്കിയ കുറെ കാര്യങ്ങൾ. ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു പണ്ട് 210 ആളുകൾക്ക് മനസ്സിലാകും. പണ്ടത്തെ ഒരു കവിതയാണ്, മൂളുന്ന വണ്ടേ. അച്ഛൻ ഈ ഒരു 10 വർഷത്തിനകത്ത് ആ കവിത പറഞ്ഞായിരുന്നു. അതാ വിഷയം. നമ്മൾ പണ്ട് പഠിച്ചതാ, മൂളുന്ന വണ്ടേ മുരളുന്ന വണ്ടേ എന്ന് പാടിയാൽ ഉടനെ നമ്മുടെ അകത്ത് വരും, താമരച്ചോലയിൽ തേനുണ്ടോ വണ്ടേ. 10, 15, 20 വർഷത്തിന് മുമ്പ് ഈ കവിത നമ്മൾ പറഞ്ഞു പോലും കാണില്ല. പക്ഷേ ഇത് നമ്മളുടെ മനപ്പാടമായി മനസ്സിനകത്തുള്ളത് കൊണ്ട് ആരെങ്കിലും അതൊന്ന് മൂളിയാൽ ഉടനെ വരും. മൂളുന്ന വണ്ടേ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ മനസ്സിൽ വരും
ഇതുപോലെയാണ് ആരാധന. കർത്താവ് പറഞ്ഞ് ഇങ്ങനെ ആരാധനയെന്ന്. സ്തോത്രം. അവരടുത്തു വന്ന് അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുണ്ട്. മനപ്പാടമാക്കിയ കുറെ കാര്യങ്ങളായി പറയുന്നേ. സ്തോത്രം. നമ്മൾ ഇന്ന് പാടി പാട്ട്, വലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. ഇത് പാടിക്കൊണ്ടിരുന്നപ്പോഴാ ഇഷ്ടമില്ലാത്ത പുള്ളി ഒന്ന് അടുക്കിയിരിക്കുന്നത്. അപ്പൊ ആകുലവേളകളിൽ ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആള് ഇഷ്ടപ്പെടാത്ത ആളായതുകൊണ്ട് പറയുക, ഇന്ന് എൻ്റെ ആരാധന പോയി. ആപത്തു നാളുകളിൽ ഇപ്പൊ മനസ്സിൽ കൂടെ പോവാ, ഇവന് വേറെ എവിടെയെങ്കിലും ഇരുന്നാ പോരായിരുന്നു. മനസ്സിൽ ഇത് പോകുമ്പോഴും നമ്മുടെ വായിക്കൂടെ പാട്ട് നടക്കുക. ഇങ്ങനെ എത്ര പ്രാവശ്യം പാടി? മനസ്സിൽ എന്തെങ്കിലും ഒന്നാണ്, പക്ഷെ വായിൽ പാട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എത്രയോ നാളുകൾ ആരാധിച്ചു. കർത്താവ് പറഞ്ഞു വ്യർത്ഥമായിട്ട് ഭജിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ക്ലാസ്സിൽ പോകുകയും ചെയ്തു, അറ്റൻഡൻസ് ഒട്ട് കിട്ടിയില്ല. മനസ്സിലായോ? ചർച്ച വരികയും ചെയ്തു, എന്നാൽ ദൈവം അത് ആരാധനയായിട്ട് സ്വീകരിച്ചോ അതുമില്ല. സത്യം പറഞ്ഞാൽ പലരുടെ ആരാധന ഇതാണ്. മോനെ മറ്റു വാക്യം കടിച്ചതിന് മുമ്പുള്ള വാക്യം. പലരുടെ ആരാധന ഇതാ കേട്ടോ. ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു. ട്രൂ വർഷിപ്പർ എന്ന് പറയുന്നത് ഇതല്ല. കർത്താവ് പറയുന്നു ആ സത്യാരാധനയ്ക്ക് വിരുദ്ധമായ ഒരു ആരാധനയുണ്ട്, അതരത്തിൽ ആരാധനയുണ്ട്, പക്ഷേ അവരുടെ ഹൃദയമില്ല ആരാധനയ്ക്കകത്ത്. നമ്മൾ പറയുന്നത് ചർച്ച വന്നിരിക്കുന്നതാണ് ആരാധന എന്ന്. ആര് പറഞ്ഞു? ചർച്ച വന്നിരിക്കുന്നതല്ല ആരാധന. പാട്ട് പാടാത്ത ആളുകളുണ്ടല്ലോ, പ്രസംഗത്തെ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത ആളുകളുണ്ടല്ലോ. നമ്മൾ ഈ നിൽക്കുന്നത് ഫെലോഷിപ്പ് നടക്കുന്ന ഹാളിനകത്ത് വന്നാൽ അതാണ് വോർഷിപ്പ്. നോ, അങ്ങനെയല്ല. അങ്ങനെ ആരും ചിന്തിക്കരുത്. കർത്താവ് പറയുന്നു ആരാധിക്കുകയാണെങ്കിൽ ആദ്യം ഹൃദയം വേണം, പിന്നെ അതരം വേണം. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ട്രൂ വോർഷിപ്പർ. അതാ കർത്താവ് സത്യ നമസ്കാരി എന്ന് വിളിക്കുന്നത്. അപ്പം ശരിയായ ആരാധനയ്ക്കും അതിന് വൈരുദ്ധ്യമായ ഒരു ആരാധനയും ഉണ്ട്. നിങ്ങളെ യെരമ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അവിടെ വായിക്കുന്നു, നിങ്ങൾ മോഷ്ടിക്കുകയും കുല ചെയ്യുകയും വ്യഭിചരിക്കുകയും കള്ളസത്യം ചെയ്യുകയും ബാലിന് ധൂപം കാട്ടുകയും നിങ്ങൾ അറിയാത്ത ദേവന്മാരോട് ചെന്ന് ചേരുകയും ചെയ്യുന്നു. പിന്നെ വന്ന് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയത്തിൽ എൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്യേണ്ടതിന് തന്നെയോ? അടുത്ത വാക്ക്, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? എനിക്കും അതങ്ങനെ തന്നെ എന്ന് തോന്നുന്നു. അപ്പോ മോഷ്ടിക്കുന്നു, കുല ചെയ്യുന്നു, വ്യഭിചരിക്കുന്നു, കള്ളസത്യം ചെയ്യുന്നു, ബാലിന് ധൂപം കാട്ടുന്നു, അറിയാത്തതിനോടെല്ലാം ചെന്ന് ചേരുന്നു. പിന്നെ വന്ന് എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന എൻ്റെ ആലയത്തിൽ വന്നിട്ട് ഞങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. കർത്താവ് ചോദിക്കും, ഇത് കള്ളന്മാരുടെ ഗുഹയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ? പരിപാടി കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതെന്ന്. കർത്താവിന് വേണ്ടുന്നത് ആൾക്കൂട്ടത്തെ അല്ല പ്രിയരെ, കർത്താവിന് വേണ്ടുന്നത് സത്യ നമസ്കാരികളെയാണ്. കർത്താവിന് വേണ്ടുന്നത് എങ്ങനെയെങ്കിലും കൈയടിക്കുന്നവരെയല്ല, നേരെ ജോവേ സിൻസിയറായിട്ട്, അതാ പ്രോസ്കുനേറ്റസ്, സിൻസിയറായിട്ട് കർത്താവിന് ആരാധിക്കുന്നവരെയാണ് കർത്താവിന് വേണ്ടുന്നത്. കേൾക്കുന്നുണ്ടോ? ഈ മെസ്സേജ് ഇങ്ങനെ വരുമ്പോ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എങ്ങനെയാ ഇതുവരെ ആരാധിച്ചതെന്ന്? എങ്ങനെയാണ് നമ്മൾ ഇതുവരെ സ്തുതിച്ചത്? എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചർച്ചിൽ വന്നുകൊണ്ടിരുന്നത്? നമ്മുടെ വായിക്കൂടെ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷെ ഹൃദയമില്ല. കർത്താവ് പറഞ്ഞു എനിക്ക് വേണ്ട. അതേ ഒരു സംഭവം യെശയ്യാ പ്രവചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം തൊട്ട്
താഴോട്ട് വായിച്ചു വരുമ്പോൾ, നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്ക് എന്തിന്? മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടിപ്പിച്ച മൃഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു. കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെ രക്തം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ അത് നിങ്ങളോട് ചോദിച്ചതാർ. നിങ്ങൾ ഇനി വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. അതിനോട്ട് വായിച്ചു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഈ ആരാധന എനിക്ക് സഹിച്ചുകൂടാ. അതിൻ്റെ പ്രോബ്ലം 15-ാമത്തെ വാക്യം നോക്കണേ. ഈ ഹൃദയമില്ലാത്ത ആരാധനയുമായിട്ട് കർത്താവിൻ്റെ സന്നിധി വന്നപ്പോൾ കർത്താവ് കുറെ അങ്ങ് സഹിച്ചിട്ട് ഇപ്പൊ പറയുവാണ്, നിങ്ങൾ കൈ മലർത്തുമ്പോ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. എന്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ അഭിനയിച്ചും നാടകമാടിയും ഒക്കെ നമ്മൾ ആരാധിക്കാനായിട്ട് വരുന്ന ഈ ഒരു ആരാധന രീതി ഉണ്ടല്ലോ, കുറെ കഴിയുമ്പോൾ കർത്താവ് പറയുക, നിന്റെ ഈ ആരാധന എനിക്ക് ഇഷ്ടമില്ലാത്ത ഈ ആരാധന, അത് നിമിത്തം നിങ്ങൾ കൈമലർത്തുമ്പോൾ, കൈമലർത്തുക എന്ന് പറഞ്ഞ പ്രയർ, ഞാനൊരു ഒരു 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 8-9 വാക്യങ്ങൾ പ്രയറിലാണ് കൈമലർത്തുന്നതെന്ന് ഞാൻ തെളിയിക്കാം. ശലോമോന്റെ ആലയത്തിൽ ഗ്ലോറി ഷെഖന ഇറങ്ങി വന്നപ്പോൾ ശലോമോൻ കൈമലർത്തി പിടിച്ചാണ് പ്രാർത്ഥിച്ചത്. എസ്ര കൈമലർത്തി പിടിച്ചാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ പലരും പ്രാർത്ഥിക്കുമ്പോൾ കൈ മലർത്തി പിടിച്ചാണ് പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥനയ്ക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട് കേട്ടോ. എല്ലാം പ്രാർത്ഥനകളല്ല, പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഒരു രീതിയുണ്ട്. ഈ ഫലകരമായ പ്രാർത്ഥനകളെല്ലാം മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനകളാണ്. നമ്മുടെ ഇടയിൽ അത് തീരെ കുറഞ്ഞു. ചുമ്മാ പോലും നമ്മളൊന്നും മുട്ടുകുത്തത്തില്ല. നമ്മുടെ ആ സോഫയിലോട്ട് ചാരിയിരുന്ന് വേണമെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് കിടന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഓർക്കുന്നത് അത് മതിയെന്ന്. പക്ഷെ ബൈബിളിലെ പ്രാർത്ഥനകളൊന്നും അങ്ങനല്ല. ബൈബിളിലെ പ്രാർത്ഥനകളൊക്കെ മുട്ടുകുത്തിയാണ്. ഞാൻ കുറേ തെളിവുകൾ തരാം. മുമ്പ് നമ്മൾ പറഞ്ഞില്ല, ഈ ശലോമോന്റെ പ്രാർത്ഥനയിൽ ആലയത്തിൽ ഗ്ലോറി ഇറങ്ങിയപ്പോൾ ശലോമോൻ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. മുട്ടുകുത്തി കൈ മലർത്തി അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എസ്ര മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കുന്നത്. തീ ഇറങ്ങിയ പ്രാർത്ഥനയിൽ ഏലിയാവ് മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. നമ്മൾ ഈ ദാനിയേലിന്റെ സിംഹക്കുഴിക്കകത്ത് കർത്താവ് ഇറങ്ങിയ കാര്യം പറയുന്നുണ്ട്. ദാനിയേലിന്റെ പ്രാർത്ഥന മുട്ടുകുത്തിയായിരുന്നു. പതിവ് പോലെ കാലത്തും വൈകിട്ടും ഉച്ചയ്ക്കും മുട്ടുകുത്തി യെരൂശലേമിന് നേരെയുള്ള കിളിവാതിൽ തുറന്ന് പ്രാർത്ഥിച്ചു. അപ്പൊ അതാ പതിവ്. കാലത്തും മുട്ടുകുത്തും, ഉച്ചയ്ക്കും മുട്ടുകുത്തും, വൈകിട്ട് മുട്ടുകുത്തും. അപ്പൊ നമ്മൾ പറയുന്നത്, പാസ്റ്റർ പഴയ നിയമമല്ലേ? അല്ല, പുതിയ നിയമത്തിലും അങ്ങനെ. ഈ തബീഥയെ എഴുന്നേൽപ്പിക്കാൻ നേരത്ത് പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചെന്ന് എഴുതിയിരിക്കുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു. ആ ബൈബിൾ ആ വേഡിങ്ങുകളുടെ ആക്യുറസി എന്നെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അങ്ങ് ആശ്ചര്യപ്പെടുത്താറുണ്ട്. ഈ ബൈബിൾ വേഡിങ്ങുകളുടെ ആക്യുറസി ഒരു ഒരു സംശയം വരാത്ത വിധത്തിലാണ്. ഈ ശവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി മാറിയനെ, അത് മൃതാരാധനയായത്. പക്ഷെ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീഥയെ എഴുന്നേൽക്കുക. മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. സ്തെഫാനോസ് മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. അത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യങ്ങളിലുണ്ട്. സ്തെഫാനോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പൗലോസ് 3 മുട്ടുകുത്തിയതായിട്ട് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും മുട്ടുകുത്തി. അവര് കടൽക്കരയിൽ സ്ത്രീകളോടും കുട്ടികളോടുമായി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. സ്തോത്രം. അങ്ങനെ പറയുന്നത് പൗലോസ് മുട്ടുകുത്തി. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ സകല കുടുംബത്തിന് പേര് വരുവാൻ കാരണമായി പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന് പറയുന്നുണ്ട്. ആ മുട്ടുകുത്തി എന്ന് പറയുന്ന ഭാഗം അക്ഷരികമായി മുട്ടുകുത്തി എന്നാണ് കമന്ററിയിൽ പറയുന്നത്. അക്ഷരികമായി മുട്ടുകുത്തി. ഈ പോൾ മുട്ടുകുത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഞാനത് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരപ്രകൃതി അങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് പറയും, ഞാൻ പൗലോസിനെ കണ്ടിട്ടില്ല, പക്ഷെ വായിച്ചു പരിചയത്തിൽ നിന്നാണ് അത് ഞാൻ പറയുന്നത്.
അദ്ദേഹത്തിൻ്റെ ശരീരപ്രകൃതി അനുസരിച്ച് മുട്ടുകുത്താൻ പറ്റത്തില്ലായിരുന്നു എന്നിട്ട് മുട്ടുകുത്തി എന്നുള്ളതാണ്. ഞാനതിൻ്റെ ആ സോഴ്സ് പറയും. കുറച്ച് അക്കാഡമിക് ലെവലിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ ഈ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ തിയോളജിക്കൽ റിവ്യൂ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ 79ാമത്തെ വോളിയത്തിൻ്റെ 129ാമത്തെ പേജിൽ ഒനേസിഫോറസിനെ കോട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്, പോളിൻ്റെ മുട്ടുകൾ രണ്ടും പുറത്തോട്ട് വളഞ്ഞതായിരുന്നു. ഈ പ്രായമുള്ള ചില ആളുകൾ, അപ്പച്ചന്മാരുടെയും അമ്മച്ചമാരുടെയൊക്കെ കാലുകൾ മുട്ട് പുറത്തോട്ട് വളഞ്ഞിരിക്കുന്ന കണ്ടിട്ടില്ലേ? അതുപോലെ പൗലോസിൻ്റെ കാലുകൾ അങ്ങനെ വളഞ്ഞതായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഒന്നുകൂടെ ഞാൻ പറയാം, ഞാൻ ആ ഫോട്ടോ കണ്ടിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ എഴുതിയിരിക്കുന്നത് ഈ ബുക്കിനകത്ത് ഞാൻ വായിച്ചതാണ്. ഇനിയും അത് മലയാളത്തിലെ പല ബുക്കുകളുടെ അകത്ത് എഴുതിയിട്ടുണ്ട്. തിരുവട്ടർ കൃഷ്ണൻകുട്ടി സാറിൻ്റെ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പേജിൽ പൗലോസിന്റെ ശരീരപ്രകൃതി എന്ന് പറയുന്ന ഹെഡിങ്ങിൽ അദ്ദേഹം ഒരു ഖണ്ഡിക കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ജി സുശീലൻ സാർ, മലയാളത്തിലെ ഒരു നല്ല സ്കോളറായിരുന്നു ജി സുശീലൻ സാർ. അദ്ദേഹത്തിന്റെ ബൈബിൾ ശബ്ദസാഗരം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പൗലോസ് എന്ന് പറയുന്ന തലക്കെട്ടിന് താഴെ ഈ പറയുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം മുട്ടുകുത്താൻ ബുദ്ധിമുട്ടാണ്, എന്നിട്ടും അദ്ദേഹം മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. ഇനി എന്തിനാ പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പോലും മുട്ടുകുത്തിയാണ് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഗെത്സമനിലെ പ്രാർത്ഥന മുൻപോട്ട് എന്ന് ആ വചനം തന്നെ ചൊല്ലി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പൊ പ്രാർത്ഥനയ്ക്കൊരു ബോഡി ലാംഗ്വേജ് ഉണ്ട്. നമ്മൾ ഉറക്കം തൂങ്ങി കൊടുങ്കയും കുത്തി സ്വാഭാവികം ചാരിക്കിടന്ന് നടത്തുന്ന ലേസി പ്രയറുകളുണ്ടല്ലോ, ഇതൊന്നും കർത്താവിന് വേണ്ട പ്രിയരെ. വേറെ തറയിൽ നെടുമ്പാട് വീട് കിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന വേറെ ആളുകളുണ്ട്. കർത്താവ് പറയുക, നിങ്ങൾ കൈ മലർത്തുമ്പോ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങൾ എത്ര നിലവിളിച്ചാലും ഞാൻ കേൾക്കത്തില്ല. എങ്ങനെയും മതി എന്നുള്ള ആ മൈൻഡ് സെറ്റപ്പ് ഉണ്ടല്ലോ, അത് പൊളിക്കണം ഇന്ന് പകലിൽ. കേൾക്കുന്നുണ്ടെങ്കിലോ രാമയം പറ. അപ്പൊ പ്രേയറിനൊരു ഒരു 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 രീതിയുണ്ട്. ഇതുപോലെ തന്നെയാണ് ആരാധനയ്ക്കൊരു രീതിയുണ്ട്. ആ ആരാധനയുടെ രീതിയാ പറയുന്നത്. സത്യനമസ്കാരിയായിരിക്കണം. ആരാധനയിൽ അധരം പോരാ, ഹൃദയം വേണം. ഇനി കഴിഞ്ഞ ദിവസം ഈ കയീന്റെയും ഹാബേലിന്റെയും യാഗത്തെ കുറിച്ച് പഠിച്ചായിരുന്നേ. ഒരു മെസ്സേജിന് വേണ്ടി ആ ഭാഗം പ്രിപ്പയർ ചെയ്തു. അപ്പൊ ഈ കയീൻ ഒരിക്കലും ഈ കാർഷിക വിളകൾ കൊണ്ടുവന്നത് കൊണ്ടല്ല ദൈവം പ്രസാദിക്കാൻ. അങ്ങനെ ആരും ചിന്തിക്കരുത്. അങ്ങനെ ഒരു യാഗം ഉണ്ട്, ഭോജനയാഗം. അതുകൊണ്ടല്ല. അവിടെ ഒരു പ്രത്യേക പദമുണ്ട്, നീ അത് നന്നായി ചെയ്തിരുന്നുവെങ്കിൽ. ഈ പത്രോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. എവിടുന്ന്? ദുഷ്ടനിൽ നിന്ന്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുമല്ലോ, അപ്പൊ പരിചയമില്ലാത്ത ഭക്ഷണമുള്ള റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ പോകും. പല പേരുകൾ കാണും. ഒടുവിൽ അങ്ങ് കൺഫ്യൂഷനാണ്. അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? ഏതെടുക്കണം? അപ്പോൾ നമ്മൾ ഒന്ന് ഓർഡർ ചെയ്തു, ലിജു പാസ്റ്റർ, ഞാൻ ലിജു പാസ്റ്റർ കൂടെ കഴിക്കാൻ പോകും. ലിജു പാസ്റ്റർ ഒന്ന് ഓർഡർ ചെയ്തു, ഞാനും ഒന്ന് ഓർഡർ ചെയ്തു. ഇതിങ്ങനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ഭക്ഷണത്തെക്കാൾ നല്ലത് ലിജു പാസ്റ്ററുടെ ഭക്ഷണം. അപ്പൊ എൻ്റെ നോട്ട എൻ്റെ പ്ലേറ്റിലേക്കല്ല, അത് മതി. ഇതുപോലെയാ ആരാധന കഴിക്കാൻ പോയപ്പോ പുള്ളിയുടെ നോട്ടം അടുത്തിരിക്കുന്നവനില്ല. അത് നന്നായി ചെയ്യാൻ പറ്റിയില്ല, ആ പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യാൻ പറ്റിയില്ല. അവന്റെ നേച്ചറാണ്, ദൈവം പ്രസാദിച്ചില്ല. ഞാൻ പറയാം, എല്ലാ ആരാധനകളും ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അവിടുന്ന് കയ്യിനോട് ക്ഷമ പറയേണ്ടി വരത്തില്ലേ പ്രിയരെ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. എല്ലാ ആരാധനകളും കർത്താവിന് പ്രിയമായിരുന്നെങ്കിൽ എന്തിനാണ് ഹാബേൽ കൊല്ലപ്പെടത്തക്ക വിധത്തിൽ കയ്യിനിൽ പ്രസാദിക്കാതെ പോയത്? നോ, എല്ലാ ആരാധനകളും കർത്താവിന് ഇഷ്ടമല്ല. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവത്തിന് ഭയങ്കര സ്വപ്നമാണ് തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരാണ്. അതാ പറയുന്നത്, ട്രൂ വേർഷിപ്പർ ആയിരിക്കണം. തന്നെ ആരാധിക്കുന്നവർ സിൻസിയർ വേർഷിപ്പർ ആയിരിക്കണം. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരാമയും പറയും. ഹല്ലേലൂയ.
ഈ സത്യാരാധനയും അതിന് വൈരുദ്ധ്യമായ ആരാധനയുണ്ട്. ഇനി നിങ്ങൾ ഈ ആരാധന എന്ന് പറയുന്ന ആ ഒരു പദത്തെ കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കണം. ഈ സത്യാരാധന എന്നത് അല്ലെങ്കിൽ സത്യാരാധകൻ പ്രോസ്കുനേറ്റസ് ആണെങ്കിൽ ആരാധന പ്രോസ്കുനിയോ ആണ്. പ്രോസ്കുനിയോ, ഈ പ്രോസ്കുനിയോ എന്ന് പറയുമ്പോൾ ഒരു 7 അർത്ഥങ്ങളെങ്കിലും ഉണ്ട്. അതിൽ ഒന്നാമത്തെ അർത്ഥം പ്രോസ്കുനിയോ, നോർമലി നമ്മൾ ആരാധിക്കുക എന്ന് പറയുന്നത്. രണ്ടാമത്തെ അർത്ഥം വണങ്ങുന്നതാണ്, വണങ്ങുക. മൂന്നാമത്തെ അർത്ഥം ദൈവസന്നിധിയിൽ വീഴുക എന്നുള്ളതാണ്. അതാണ് സന്നിധി വീണ് കിടക്കുക, അതും പ്രോസ്കുനിയോ ആണ്, വോർഷിപ്പാണ്. മത്തായി 2:11 ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു, വീണ് അവനെ നമസ്കരിച്ചു. അതാണ് വോർഷിപ്പ്, പ്രോസ്കുനിയോ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ദൂതന്മാരുടെ ആരാധനയെല്ലാം വീണ് കിടന്നുള്ള ആരാധനയായിരുന്നു. ഞാനൊരു 3, 4, 5 തെളിവുകൾ തരാം. വെളിപ്പാട് 4:10 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുൻപിൽ വീണു. വെളിപ്പാട് 7:11 എനിക്ക് ആ പദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 7:11 സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുൻപിൽ കവിണ്ണു വീണു. എനിക്ക് ആ സകല ദൂതന്മാരും എന്നുള്ളത് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ഏഞ്ചൽസ്, സകല ദൂതന്മാരും. നിങ്ങൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒന്ന് ശ്രദ്ധിച്ച്. എത്ര ദൂതന്മാർ കാണും സ്വർഗത്തിൽ? നമ്മൾ പെട്ടെന്ന് പറയും കോടാനുകോടി. ഇല്ല, ഞാൻ നമ്പർ പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് അവരുടെ സംഖ്യ 1000 1000 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഭാഷാന്തരങ്ങളിൽ 1000 times 1000 എന്ന്, 1000 times 1000 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1000 into 1000, 10,000 times 10,000, 10,000 ഗുണം 10,000. കൂട്ടി നോക്കിയേ, 10,000 ഗുണം 10,000 എത്ര? CBA കാര്യമില്ലേ? 10,000 ഗുണം 10,000. ചുമ്മാ ഫോൺ എടുത്താണേലും കൂട്ടി. സങ്കീർത്തനത്തിൽ പറയുന്നു അവരുടെ രഥങ്ങൾ കോടി കോടിയാ. കോടി ഗുണം കോടി. കൂട്ടി നോക്കി ചുമ്മാ. എത്രയും ദൂതന്മാരുണ്ടോ അത്രയും ദൂതന്മാരുണ്ട് സ്വർഗത്തിൽ. കോടി ഗുണം കോടി എത്രയാണ്, അത്രയും ദൂതന്മാർ സ്വർഗത്തിലുണ്ട്. ആ ദൂതന്മാർ നിങ്ങൾ എല്ലാവരും കൂടെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേ, എത്ര ദൂതന്മാരാ? സകല ദൂതൻ. അത് ആ നമ്പർ എത്രയാണോ അത്രയും ദൂതന്മാര് കർത്താവിന്റെ സന്നിധിയിൽ വീണ് കർത്താവിനെ ആരാധിക്കുക. ഈ നമ്മള് അതങ്ങ് പാട്ടാക്കി, നമ്മൾ പാട്ടാക്കി. വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാ സിംഹാസനവാസികളും. നേരെ ചൊവ്വയൊന്ന് ഇരിക്കുക പോലും ചെയ്യാതെ നമ്മൾ പറയുന്നത് വീഴുന്നു പ്രിയനെ വാഴ്ത്തിയിടുവാൻ. അത് പാട്ടല്ലായിരുന്നു, അവർ വീണിട്ടാ പാടിയത്. ഞാൻ പറഞ്ഞ് പലതും നമ്മൾ അങ്ങ് പാട്ടാക്കി വിടുക. പാട്ടല്ല, കർത്താവിന്റെ സന്നിധിയിൽ ശരിക്കും വീഴണം. മിണ്ടുന്നില്ല, രാമൻ പറഞ്ഞു. ഇതാണ് ശരിയായ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ ദൂതന്മാർ വീണ് ആരാധിച്ചു. അപ്പൊ പ്രോസ്കുനിയോ എന്ന് പറയുമ്പോൾ ആരാധിക്കുക, വണങ്ങുക, വീഴുക. 4ാമത്തെ അർത്ഥമാണ് സാഷ്ടാംഗ പ്രണമിക്കുക എന്ന് പറയുന്നത്. ഈ 5ാമത്തെ അർത്ഥം എന്ന് പറയുന്നത് അഗാധമായ ആദരവ് നിമിത്തം മുട്ടുകുത്തി നെറ്റികൊണ്ട് നിലം തൊടുക. ഈ മുസ്ലിം നിസ്കാരത്തിൽ അവരങ്ങനെ ചെയ്യുന്നത്. മുട്ടുകുത്തിയിട്ട് അവരുടെ നെറ്റി നിലത്ത് തൊടിവിക്കും. സത്യത്തിൽ അത് പ്രോസ്കുനിയമാണ്. അടുത്ത അർത്ഥമാണ് ചുംബിക്കുന്നത്, ചുംബിക്കുക. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന് പറയുന്നുണ്ടല്ലോ, പ്രോസ്കുനിയോ ആണ്. ഈ ചുംബനത്തിന്റെ ഒരു വകഭേദമാണ് ഈ തിരുമേനിമാരെയൊക്കെ കാണുമ്പോൾ ഈ കൈമുത്തുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അത് ഞാൻ പറയാം, ബോധമുള്ളവരാരും ചെയ്യരുത്. അത് അവരോട് സ്നേഹമില്ലാത്തത് കൊണ്ടോ ബഹുമാനം ഇല്ലാത്തത് കൊണ്ടല്ല. ബൈബിൾ ഭാഷ്യത്തിൽ കൈ ചുംബിക്കുന്നത് വോർഷിപ്പാണ്. അതുകൊണ്ട് പരമാവധി അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സ്തോത്രം.
ഈ ഈ ഈ പ്രോസ്കുനിയോ എന്ന് പറയുന്ന പദം അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അല്പം കൂടെ പറയാം. ആരാധനയുടെ ഹൃദയം എന്താണെന്ന് അറിയാം. അത് ഈ കുവോൺ എന്ന് പറയുന്ന പദവുമായിട്ട് വളരെ ബന്ധമാണ്. പ്രോസ്കുനിയോ, കുവോൺ എന്ന് പറയുമ്പോൾ നായ എന്ന ആശയം. നായ ശരിക്കും അതിൻ്റെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത്, ഈ യജമാനനെ കാണുമ്പോൾ നായ സ്നേഹം പ്രകടിപ്പിക്കുമല്ലോ, അതാ കുനിയോ, കുവോൺ. നായ സ്നേഹം പ്രകടിപ്പിക്കുന്ന പോലെ. നായ വളർത്തുന്ന ആരെങ്കിലും ഉണ്ടോ? നായ വളർത്തുന്ന ആരുമില്ല. ഓ, ഭയങ്കരമായി പോയല്ലോ. ഓക്കെ, ഈ നായ വളർത്തുന്നവർക്ക് അറിയാം, നമ്മളൊരു ഒരു 5-6 മണിക്കൂർ പുറത്ത് പോയിട്ട്, അല്ലെ 2 ദിവസം പുറത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രകടനമുണ്ട്. ഓടി നടക്കുന്നു, പിന്നെ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, അല്ലേ? എങ്ങനല്ലേ? അപ്പൊ ഈ നായ കാണിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, സത്യത്തിൽ അതുപോലെയുള്ള ഒരു സ്നേഹത്തിൽ നിന്നിട്ട് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ദൈവം ആരാധന എന്നുള്ളത് കൊണ്ട് വിഭാവനം ചെയ്യുന്നത്. പിടികിട്ടിയവരുണ്ടെങ്കിൽ ഒരാമയും പറഞ്ഞാട്ടെ. അമ്മേ. അപ്പൊ അത് ഈ സത്യനമസ്കാരി എന്ന് പറയുന്ന വാക്കും കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നിങ്ങൾ അടുത്ത വാക്ക് ശ്രദ്ധിക്കണേ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. എല്ലാവരും കൂടെ പറഞ്ഞേ, എങ്ങനെ ആരാധിക്കുന്നത്? ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഒരു പുതിയ ഒരു ആരാധന രീതി വരികയാണ്. കർത്താവ് പറഞ്ഞു ഇപ്പോൾ അത് വന്നിരിക്കുന്നു. അതിനൊരു മറ്റൊരർത്ഥമുണ്ട്. ഇതുവരെ നിലവിൽ നിന്ന ഒരു ആരാധന ഉണ്ട്, അത് പഴയ ആരാധനയാണ്. ആ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചട്ടങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട, ബാഹ്യ ഘടകങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെട്ട, സ്ഥലത്തിന് പ്രാധാന്യത കൊടുത്ത ഒരാരാധന. പഴയ നിയമത്തിൻ്റെ ആരാധന രീതി അനുസരിച്ചാണ് നമുക്ക് ഈ ഹോട്ടൽ റൂമിൽ ആരാധിക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ ആരാധനയ്ക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 12:5 അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ വെച്ച് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം. അപ്പൊ തിരഞ്ഞെടുത്ത ഒരു സ്ഥലമുണ്ട്, അല്ലാതെ റെന്റഡ് ഫെസിലിറ്റി അല്ല. തിരഞ്ഞെടുത്ത ഒരു സ്ഥലമുണ്ട്, അവിടെ ചെല്ലണം. അതായിരുന്നു പഴയ ആരാധന. യാഗങ്ങളിലൂടെ, അർപ്പണങ്ങളിലൂടെ, തർപ്പണങ്ങളിലൂടെ, കർമ്മകാണ്ഡങ്ങളിലൂടെ ആരാധിച്ച ഒരു ആരാധന. സ്ഥലത്തിന് പ്രാധാന്യത, വസ്തുവകകൾക്ക് പ്രാധാന്യത. പക്ഷെ കർത്താവ് പറയുന്നു പുതിയ ഒരു ആരാധന ഇപ്പം നിലവിൽ വന്നിരിക്കുക. ഹല്ലേലൂയ. പുതിയ ഒരു ആരാധന. ആരാധനയുടെ കേന്ദ്രം ഇപ്പോ ജെറുസലേം അല്ല, അത് മാറി. സ്ഥലത്തിന് ഇപ്പോ പ്രാധാന്യതയില്ല. ആരാധനയ്ക്കിപ്പോ ഒരു വ്യക്തിക്കേ ഉള്ള പ്രാധാന്യത. ഒരാമയെ പറഞ്ഞാട്ടെ. ആരാധന എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൽ നിന്ന് ഒരു വ്യക്തിയിലേക്ക് ചേഞ്ചായി. അതാ പറയുന്നത് പുതിയ ഒരു ആരാധന വന്നിരിക്കുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ആ സ്ഥലത്ത് നിന്ന് മാറി വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇവിടെ ആരാധിക്കുമ്പോൾ ആരാധന സ്ഥലത്തിന് പ്രാധാന്യതയില്ല, വ്യക്തിക്കാണ് പ്രാധാന്യത. ആരാ വ്യക്തി? ഉറക്കെ ആ പേരെന്ന് പറഞ്ഞേ. ആരാ വ്യക്തി? ആരാ? ഓ, നിങ്ങളോട് ഞാൻ വല്ലതും മേടിച്ചിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആരോടെങ്കിലും വല്ലതും മേടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ. ആരാ വ്യക്തി? ഉച്ചത്തിൽ പറ. യേശു. യേശുവാണ് വ്യക്തി. സ്തോത്രം. യേശു എന്ന വ്യക്തിയാണ് ഇപ്പോൾ ആരാധിക്കുന്നത്. അപ്പൊ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ ആരാധിക്കുന്നു. എല്ലാവരും കൂടെ പറഞ്ഞേ, എങ്ങനെ ആരാധിക്കുന്നത്? ഉച്ചത്തിൽ പറ. ആത്മാവിൽ ആരാധിക്കുന്നു. ഈ റിയൽ വേർഷിപ്പ് എന്ന് പറയുന്നത്, ഇന്നത്തെ ലെവലിൽ പ്രോസ്കുനിയോ എന്ന് പറയുന്നത് സ്പിരിറ്റിലുള്ള ആരാധന, ആത്മാവിൽ ആരാധിക്കുക. ഈ അവിടെ ഒരു ചോദ്യമുണ്ട്. ആത്മാവെന്ന് പറഞ്ഞാൽ ഏതാ പാസ്റ്റർ ഉദ്ദേശിക്കുന്നത്? ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ സ്പിരിറ്റ് ആണോ,
ദൈവത്തിൻ്റെ ആത്മാവാണോ? ഇത് രണ്ടുമുണ്ട് കേട്ടോ, രണ്ടുമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ഹ്യൂമൻ സ്പിരിറ്റും ഉണ്ട്. ഞാൻ തമ്മിൽ കണക്ട് ചെയ്യാമേ, എന്നോടൊപ്പം വരണം. ആദ്യം മനുഷ്യൻ്റെ ആത്മാവ് ആരാധനയ്ക്ക് വേണമെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയാം. റോമലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഒന്ന് നോക്കി. റോമർ 1:10. അവൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. എല്ലാവരും കൂടെ ചേർന്ന് ആ വാക്യം എന്ന് പറഞ്ഞ്. അവൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക്. അപ്പൊ ആരാധനയ്ക്കകത്ത് എൻ്റെ ആത്മാവുണ്ട്, എൻ്റെ ആത്മാവ്. പ്രിയരെ, മനുഷ്യൻ ട്രൈക്കോട്ടമിക്കാണ്. ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, ഏറ്റവും ബാഹ്യമായിട്ടുള്ളതാണ് ദേഹം. ദേഹി, അതിനെ വിളിക്കാൻ കഴിയുന്ന മറ്റൊരു പേരാണ് മൈൻഡ്. അത് വാസ്തവത്തിൽ ഒരു അവയവമല്ല, അതൊരവസ്ഥയാണ്. നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം ഇരിക്കുന്ന ഒരവസ്ഥ. അതിനുമകത്താണ് ഈ സ്പിരിറ്റ് ഉള്ളത്, ഈ സ്പിരിറ്റ്. അപ്പം ദേഹം ഏകാഗ്രമാകാതെ, മൈൻഡ് അല്ലെങ്കിൽ സോൾ അല്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമാകാതെ, സ്പിരിറ്റിനെ നമുക്ക് ആ വർഷിപ്പിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ മുഴുവൻ എന്നിലെ പ്രകൃതവും ആ ആരാധനയ്ക്കകത്തേക്ക് ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും പ്രശ്നമല്ല. അവരിയ്ക്കുന്നു, അവർ പോകുന്നു, ആര് വന്നു, ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഞാൻ എൻ്റെ ആത്മാവിലാണ് ആരാധിക്കുന്നത്, എൻ്റെ ആത്മാവ്. സ്തോത്രം. അവിടെയാണ് ഈ കണ്ണടയ്ക്കാൻ പറയുന്നത്. കണ്ണടച്ച് ആരാധിക്കണമെന്ന്, കണ്ണടച്ച് പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ ഒരിടത്തും എഴുതിയിട്ടില്ല. ആമേൻ. പിന്നെ എന്തിനാ കണ്ണടയ്ക്കുന്നത്? ഈ കണ്ണടച്ചാലേ, സ്തോത്രം, എന്റെ പേരെന്നാ? ജോബിയ. ഞാൻ കണ്ണടച്ചാൽ ജോബിയ എങ്ങനെ ഇരിക്കുന്നത് എനിക്ക് കാണത്തില്ലല്ലോ. ജോബിയ എങ്ങനെ ഇരുന്നാൽ എന്താ? ഞാൻ കാണുന്നില്ല, കാരണം ഞാൻ കണ്ണടച്ച് ആരാധിക്കുന്നത്. അപ്പൊ എന്റെ ചുറ്റും നടക്കുന്നതൊന്നും എനിക്കറിയില്ല. അതിനാണ് വാസ്തവത്തിൽ കണ്ണടയ്ക്കാൻ പറയുന്നത്. അല്ലാതെ കണ്ണടയ്ക്കുന്നതിനകത്ത് എന്തോ ഒരു കാര്യം ഉള്ളതുകൊണ്ടൊന്നുമല്ല. ജസ്റ്റ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഷട്ട് ഡൗൺ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രയറും അതാ. കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സ്തോത്രം. ഞാനൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നേരത്തെ നടന്ന് പ്രാർത്ഥിക്കും. ചിലപ്പോൾ ഇരുന്ന് ഒത്തിരി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം ഒക്കെ വരാനുള്ള സാധ്യത. അപ്പോൾ ഉറക്കം വരുമ്പോൾ നടന്ന് പ്രാർത്ഥിക്കും. മുറി കൂടി ഇങ്ങനെ നടക്കും. അപ്പോൾ കട്ടിലും ടേബിളും ഒക്കെ ഉള്ള മുറി കൂടെ ആയിരിക്കും നടക്കുന്നത്. അപ്പം നടക്കുമ്പം കണ്ണു തുറന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഏകാഗ്രത കൃത്യമായിരിക്കും. ഒറ്റ കാര്യമുള്ളൂ, ശ്രദ്ധ. ഏകാഗ്രത കൃത്യമായിരിക്കും. അപ്പൊ അതാ ഇവിടെ പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നു. എൻ്റെ സ്പിരിറ്റ് അതിനകത്തുണ്ട്. പൗലോസ് പറയുന്നത്, ഞാൻ എൻ്റെ സ്പിരിറ്റിലാണ് ആരാധിക്കുന്നത്, ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നു. എന്നാൽ അതേസമയം പോള് ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:3 ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ചെയ്യുന്ന നാം തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, വർഷിപ്പ് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുക. കേൾക്കുന്നുണ്ടോ? അപ്പൊ രണ്ട് സ്പിരിറ്റുകളാണ് ആരാധനയ്ക്കകത്ത് ജോയിൻ ചെയ്യുന്നത്. ഒന്ന് എൻ്റെ ആത്മാവ്, രണ്ട് പറഞ്ഞോ ദൈവത്തിന്റെ ആത്മാവ്. ഈ വാസ്തവത്തിൽ എൻ്റെ പ്രിയരെ, ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവും ദൈവാത്മാവും കൂടെ കണക്റ്റ് ആകുന്നതാണ്.
അതാ ട്രൂ സ്പിരിച്വാലിറ്റി. തെളിവ് റോമാലേഖനം 8:16 വാക്യം. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. ആ വാക്യം കണ്ടോ? എല്ലാവരും കൂടി ചേർന്നൊന്ന് വായിച്ച്. നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും. അത് വാസ്തവത്തിൽ KJV-ക്കകത്ത് എഴുതിയിരിക്കുന്നതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം മറ്റ് ചില പരിഭാഷകൾ എഴുതിയിരിക്കുന്നതാണ്. അവിടെ ആ വാക്ക് ക്ലാരിറ്റിയിൽ വന്നിരിക്കുന്നത്. ആ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് ഗോഡ് സ്പിരിറ്റ് ജോയിൻസ് ഹിംസെൽഫ് ടു അവർ സ്പിരിറ്റ് ടു ഡിക്ലെയർ ദാറ്റ് വി ആർ ഗോഡ്സ് ചിൽഡ്രൻ. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഗോഡ് സ്പിരിറ്റ് join himself to our spirit. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് എന്താ ചെയ്യുന്നത്? ജോയിൻ ചെയ്യുന്നു. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആത്മാവായ ദൈവം ആത്മാക്കളോട് ഇടപെടുന്നത് ആത്മാവിലൂടെയാണ്. ആത്മാവായ ദൈവത്തെ നമുക്ക് ദേഹം കൊണ്ട് തൊടാൻ പറ്റില്ല. ആത്മാവായ ദൈവത്തെ നമുക്ക് ദേഹി കൊണ്ട് തൊടാൻ പറ്റില്ല. ആത്മാവായ ദൈവത്തെ നമുക്ക് ആത്മാവ് കൊണ്ട് തൊടാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അപ്പോൾ പറയുന്നത് ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നു. അപ്പൊ എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ആത്മാവുമായി കണക്ട് ആകുക. ഇതാണ് ദൈവത്തിന്റെ സിസ്റ്റം. ഇപ്പോ ഇവിടെ ഒരു മൈക്രോഫോൺ ഉണ്ട്. സെന്നൈസറിന്റെ മൈക്രോഫോണാണ്. ഈ മൈക്കിന് മിക്സറുമായി കണക്ടിവിറ്റി ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു കേബിൾ ഉണ്ടാകുമ്പോഴാണ്. ഈ കേബിൾ കണക്റ്റഡ് അല്ലെങ്കിൽ ഞാൻ എത്ര ഒച്ച വച്ചിട്ടും ശബ്ദം കേൾക്കില്ല. ഇതിനെ കണക്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ. അല്ലാതെ ഇത് സെന്നൈസറാ നല്ല മൈക്ക് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കണക്ട് ചെയ്യണം. ഇതുപോലെയാ നാമും ദൈവത്തിന്റെ ആത്മാവും കൂടെ കണക്റ്റഡ് ആകണം. അതുകൊണ്ടാണല്ലോ റോമാലേഖനം 8:9 വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. താബോർ ചർച്ചല്ലേ? ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ താബോർ ചർച്ചിൽ കാണും, പക്ഷെ കർത്താവിൻ്റെതല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ IPC കാണും, പക്ഷെ കർത്താവുമായിട്ട് ബന്ധമില്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ചർച്ച് ഓഫ് ഗോഡിലും ദീ പെന്തക്കോസ്റ്റിലും ദോ പെന്തക്കോസ്റ്റിലും ഫ്രീ പെന്തക്കോസ്റ്റിലും ഒക്കെ കാണും, പക്ഷെ കർത്താവുമായിട്ട് കണക്ഷൻ ഇല്ല. അതെവിടെ വായിക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ഉച്ചത്തിൽ പറ. ഞാൻ ഈ പ്രൊജക്ടറുകളെയൊക്കെ ഓർത്ത് സ്തോത്രം. ഇത് സിനിമ കാണാനുള്ള സെറ്റപ്പ് ഒന്നുമില്ല, ഇതുപോലെ വാക്യം കാണിക്കാൻ. കാരണം നമ്മൾ ഈ ബൈബിളും കൊണ്ട് വരത്തില്ലല്ലോ. ഇപ്പൊ ട്രെൻഡ് കൂടി. നമ്മൾ iPhone 17 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ബൈബിൾ വേണ്ട, എല്ലാം ഉണ്ട്. ഫോണും ബൈബിളുമാണ്. ബൈബിളിനെ ബൈബിളായിട്ട് തന്നെ കാണുന്നത്. ആരാധനയ്ക്കൊക്കെ വരും ഇതുകൊണ്ട് വരുന്നത് നല്ലത്. അപ്പൊ ഈ ചിലരൊന്നും തുറക്കത്തില്ല. ഇനി അങ്ങനെ തുറക്കാതിരിക്കുന്നവർക്ക് കണ്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല. മരിച്ചാൽ ഞങ്ങൾ കുഴിച്ചിടും, കല്യാണപ്രായമായ കല്യാണം നടത്തി തരും, കൊച്ചുണ്ടായാൽ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത് തരും, വീടുണ്ടായാൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് തുറന്നു തരും, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്യും. പക്ഷെ കർത്താവ് പറയുന്നു അവൻ അങ്ങനെയൊക്കെ ഇരുന്നോട്ടെ, അവൻ വേണം ടൈത്ത് വിട്ടോട്ടെ, നോ പ്രോബ്ലം. പക്ഷെ എൻ്റെ ആത്മാവില്ലെങ്കിൽ അവൻ എനിക്കുള്ളവനല്ല. ഉറക്കം തൂങ്ങിയിരുന്നിട്ട് എഴുന്നേറ്റ് പോകരുത്. ക്രിസ്തുവുമായിട്ട് ബന്ധം വേണമെങ്കിൽ അവിടുത്തെ ആത്മാവ് വേണം. നമ്മുടെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് ഗോഡുമായിട്ട് ജോയിൻ ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, ഗോഡ് സ്പിരിറ്റ് ജോയിൻ ഹിംസെൽഫ് ടു അവർ സ്പിരിറ്റ്. ഇതാണ് ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. പോൾ പറയുന്നു ഞാൻ എൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു. അപ്പൊ ആരാധനയ്ക്കകത്ത് എന്നെ സഹായിക്കാൻ എൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ശരിക്കും ഈ വചനം നിങ്ങളുടെ അകത്ത് വീണാൽ ഈ ചർച്ചിന്റെ വർഷിപ്പിന്റെ ക്ലൈമറ്റ് മാറും. ഹല്ലേലൂയ. പ്രിയരെ, എനിക്കറിയാം ഉണർവ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പകുതി എഫേർട്ട് വേണ്ട നിങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാൻ. വിടുവിക്കും, സഹായിക്കും, ഉയർത്തും, ആദരിക്കും, മാനിക്കും, നിറയ്ക്കും, വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞാൽ ആരാ കൈയടിക്കാത്തേ? ആരും കൈയടിക്കും. എനിക്കറിയാം കൈയടിക്കും.
ഹല്ലേലൂയ. 2007 തൊട്ട് പബ്ലിക് പ്രീച്ചിങ് തുടങ്ങിയാണ് ഞാൻ. അപ്പൊ എനിക്കറിയാം കൈയടിക്കുമെന്നൊക്കെ. പക്ഷെ ഇതാര് പറയും? അതുകൊണ്ട് എൻ്റെ മിനിസ്ട്രിയെ പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രസംഗിക്കുന്നതല്ല ഇത്. ഞാൻ വളരെ സിൻസിയറായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാകത്തക്ക വിധത്തിൽ ഈ സഭയെ സ്നേഹിച്ച് കർത്താവ് എനിക്ക് തന്ന നിയോഗത്തിൽ നിന്ന് പറയുക. ആരാധിക്കുകയാണെങ്കിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കണം. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒരുമിച്ചൊന്ന് മഹത്വപ്പെടുത്തിയിട്ട്. അപ്പൊ നമ്മുടെ സ്പിരിറ്റും ദൈവത്തിന്റെ സ്പിരിറ്റും കൂടെ കണക്റ്റഡ് ആകണം. ഈ മനുഷ്യാത്മാവും ദൈവാത്മാവും തമ്മിൽ സെപ്പറേറ്റ് ആണെന്ന് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. അതൊരു അങ്ങനെ ഒരു വാക്യമാണ് റോമർ 8:16. റോമലേഖനം 8:26 അത് പറയുന്നുണ്ട്. 1 Corinthians 2:11 മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം ദൈവത്തിനുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവ്, ദൈവത്തിനുള്ളത് ദൈവാത്മാവ്. മനുഷ്യനിലുള്ള മനുഷ്യാത്മാവും ദൈവത്തിനുള്ള ദൈവാത്മാവും 1 Corinthians 2:11 മനുഷ്യനിലുള്ള മനുഷ്യാത്മാവ്, ദൈവത്തിലുള്ള ദൈവാത്മാവ്. ഈ മനുഷ്യനുള്ള മനുഷ്യാത്മാവും ദൈവത്തിലുള്ള ദൈവാത്മാവും തമ്മിൽ കണ്ടോ മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവ്, ദൈവത്തിനുള്ളതോ ദൈവാത്മാവ്. അപ്പൊ ഈ മനുഷ്യാത്മാവും ദൈവാത്മാവും കൂടെ തമ്മിൽ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഇങ്ങനെ ആരാധിക്കുന്ന ആരാധന. എന്റെ ചോദ്യം, അച്ഛാ ഇങ്ങനെ ആരാധിച്ച എത്ര ദിവസങ്ങളുണ്ട്? കച്ചമ്മ ഇങ്ങനെ ആരാധിച്ച എത്ര ദിവസമുണ്ട്? നമ്മുടെ കുട്ടികളൊക്കെ ഇച്ചിരി പ്രായമൊക്കെ ആയി. എന്നാൽ ഇരിക്കുമ്പം ഒരു കൊച്ചു കുട്ടി ഉള്ളിടത്ത് ഇരിക്കത്തുള്ളൂ. അതിനെ കാലെ പിടിക്കുക, അതിൻ്റെ കയ്യെ പിടിക്കുക, അതിനെ വഴക്കുണ്ടാക്കുക, അതിനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. മോൻസി പാസ്റ്റർ ഒരാഴ്ച മുഴുവൻ പ്രിപ്പയർ ചെയ്തൊരു പ്രസംഗം കൊണ്ടാണ് വന്നേക്കുന്നത്. അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മൈൻഡും ഇല്ല. സ്തോത്രം. അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. ഇന്ന് ഹോട്ടലിലാണോ വീട്ടിലാണോ? ഉച്ചക്കത്തെ ഭക്ഷണം പ്രസംഗം നടന്നുകൊണ്ടിരിക്കുക. അന്നേരം ചോദിക്കുന്നു ഹോട്ടലിലാണോ വീട്ടിലാണോ? നിങ്ങൾ എവിടുന്നേലും കഴിച്ചു, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷെ ചർച്ച വരുമ്പോൾ അതിന് മിനിമം അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതാ ഞാനീ പറയുന്നത്. പിണങ്ങിയോ? എൻ്റെ വണ്ടിയുടെ കാറ്റൊന്നും ഒഴിച്ചു വിടാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ വണ്ടിയിലല്ല വന്നേക്കുന്നത്. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇന്ന് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ചൊവ്വാഴ്ച ഞാൻ സ്ഥലം വിടും. ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് നിഷേധിക്കാമെങ്കിൽ നിഷേധിച്ചു. ഈ വാക്യത്തിന്റെ അർത്ഥം ഇങ്ങനെ അല്ല പാസ്റ്റർ എന്ന് പറയാൻ പറ്റുമെങ്കിൽ വാ, നമുക്ക് സംസാരിക്കാം. ഇങ്ങനെയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് സത്യമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് ഹീബ്രു വെച്ച് പറഞ്ഞാലും ഗ്രീക്ക് വെച്ച് പറഞ്ഞാലും കമന്ററി വെച്ച് പറഞ്ഞാലും ഇത് ഇങ്ങനെയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. സ്തോത്രം. രാമൻ പറഞ്ഞു നമ്മുടെ വർഷിപ്പിന്റെ രീതി മാറട്ടെ. എൻ്റെ പ്രിയരെ, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവുമായി കണക്റ്റ് ആകുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി ഉത്തേജിക്കപ്പെടും. നമ്മുടെ മനസ്സിന് പോഷണം ഉണ്ടാകും, നമുക്ക് ശുദ്ധീകരണം ഉണ്ടാകും, നമുക്ക് സ്നേഹം ഉണ്ടാകും, നമ്മുടെ ഹൃദയം തുറക്കും, നമ്മുടെ ഇച്ഛാശക്തി കീഴടങ്ങും, ആത്മാർത്ഥമായ ആരാധന ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ സ്പിരിറ്റും ദൈവത്തിൻ്റെ ആത്മാവും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, 100% പെർഫെക്റ്റ് ആയ ഒരു ലോക്കൽ ചർച്ചിനെ പ്രതീക്ഷിക്കരുത്. മുഴുവൻ ദൂതന്മാരെ പോലെയുള്ള വിശ്വാസികളുള്ള ഒരു ലോക്കൽ ചർച്ചിനെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാവത്തില്ല. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിൽ തുടങ്ങിയത് ചർച്ചിനകത്തെ കോൺഫ്ലിക്റ്റ്. 6-ാം അധ്യായത്തിൽ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. എബ്രായ ഭാഷക്കാർ, 1-ാം വാക്യം, എബ്രായ ഭാഷക്കാരുടെ നേരെ യവനായ ഭാഷക്കാര് പിറുപിറുത്തു. അവിടെ തുടങ്ങിയതാ കോൺഫ്ലിക്റ്റ്. എബ്രായ ഭാഷക്കാര് നേറ്റീവ് ജ്യൂസ്, യവനായ ഭാഷക്കാര് ഹെലനിസ്റ്റിക് ജ്യൂസ്. കൾച്ചറൽ കോൺഫ്ലിക്റ്റ് കേട്ടോ. എബ്രായ ഭാഷക്കാർ, അല്ലാതെ തോമാച്ചാന് നേരെ മത്തായിച്ചാൻ പിറുപിറുത്തെന്നല്ല. എബ്രായ ഭാഷക്കാരുടെ നേരെ ആര് പിറുപിറുത്തു? യവനായ ഭാഷക്കാർ. നോക്കിക്കേ, ഹെലനിസ്റ്റിക് യവനായ ഭാഷക്കാര് ഹീബ്രൂസിനെതിരെ പിറുപിറുത്തു. തങ്ങളുടെ വിധവമാരെ. അത് കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. ആ ചർച്ചിൽ അപ്പം 3 കൾച്ചറിലുള്ളവരുണ്ട്. ഹെലനിസ്റ്റിക് ഉണ്ട്, നേറ്റീവ് ജ്യൂസ് ഉണ്ട്,
പ്രോസ്ലൈറ്റ് ജ്യൂസ് ഉണ്ട്. 3 ഗ്രൂപ്പുണ്ട്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഉഗ്രവാദം ഉണ്ടായെന്ന് വായിക്കുന്നു. ഉഗ്രവാദം ഉണ്ടായി. അപ്പം 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോക്കൽ ചേർച്ച് അതാരും സ്വപ്നം കാണരുത്. കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്. ചിലർ കോപിക്കുന്നവരാണ്, ചിലർ കോപിക്കാത്തവരാണ്, അല്ലെങ്കിൽ ചിലർക്ക് ചിലതിനോട് ഇഷ്ടമാണ്, ചിലർക്ക് ചിലരോട് താല്പര്യമാണ്. മനുഷ്യനാണ്. നമ്മൾ പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മളാരും രക്ഷിക്കപ്പെടുന്ന ഉടനെ പെർഫെക്റ്റ് ആകുന്നവരല്ല. അവിടെ ഈ വിശുദ്ധീകരണം എന്ന് പറയുന്ന പ്രോസസ്സ് മനസ്സിലാക്കണം. റോമലേഖനം 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, വിശുദ്ധീകരണം ഒരു പ്രോസസ്സാണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. നമ്മൾ സഭയിലേക്ക് വരുമ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ ദാസന്മാരായി. ഇപ്പൊ നമ്മൾ ദൈവത്തിന്റെ ദാസന്മാരാ. അതിന്റെ ഫലമാണ് വിശുദ്ധീകരണം. ആ വിശുദ്ധീകരണം ഓരോ ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഡെവലപ്പ് ആകുന്നത്. ഞാൻ പറയട്ടെ, ഒരു നദിയുടെ ഉറവിടത്തിൽ നിന്ന് ഒഴുകി തുടങ്ങുന്ന കല്ല് ഒഴുകാൻ തുടങ്ങുമ്പോൾ അത് ഭയങ്കര മുനയുള്ളതും അത് പരിക്കിനുമായിരിക്കും. പക്ഷെ ഒഴുകി 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 ഒത്തിരി കഴിയുമ്പോൾ സ്തോത്രം, ആ കല്ലങ്ങ് മിനുസമുള്ളതാകും. ഇതുപോലെയാ നമ്മൾ തുടങ്ങുമ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചതേ ഉള്ളൂ. പക്ഷെ വിശുദ്ധീകരണം, സാങ്ക്ടിഫിക്കേഷൻ, ഇതൊരു പ്രോസസ്സാണ്. നിങ്ങൾ നോക്കിയേ, അതിന്റെ അന്തം നിത്യജീവന. അപ്പൊ സാങ്ക്ടിഫിക്കേഷൻ മരിക്കുന്നത് വരെ തുടരുന്നു. ആ മരണം വരെ നമ്മളിൽ ഈ ഒരു സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിയേ, സ്തോത്രം. ആൻഡ് ഇറ്റ്സ് എൻഡ് ഇറ്റേണൽ ലൈഫ്. അതിന്റെ എൻഡാണ് ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്നത്. ആ വിശുദ്ധീകരണം എന്ന് പറയുന്ന പ്രോസസ്സാണ്. അപ്പൊ നമുക്ക് അടുത്തിരിക്കുന്നവന് ശ്രദ്ധിക്കാൻ നേരമില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമേ പറ. നമ്മളെ പോലെ ഒരു മനുഷ്യനാ തൊട്ടടുത്തിരിക്കുന്നത്. അയാൾക്ക് ചിലപ്പം എന്തെങ്കിലും പ്രോബ്ലം കാണും, നമുക്കറിയത്തില്ല. ചിലപ്പോൾ ജോലിയിൽ പ്രോബ്ലം കാണും, ബിസിനസ്സിൽ പ്രോബ്ലം കാണും, വീട്ടിൽ പ്രോബ്ലം കാണും, ഹെൽത്തിന്റെ പ്രോബ്ലം കാണും, ഫൈനാൻസിന്റെ പ്രോബ്ലം കാണും. നമുക്കറിയില്ല. അയാളെ വിട്ടേരെ. എന്തിനാ അയാളെ നോക്കുന്നത്? നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂടെ ജോയിൻ ചെയ്യണം. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. അതാണ് ശരിയായ ആരാധന എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്തുകൊണ്ട് പാസ്റ്ററെ ആത്മാവിൽ ആരാധിക്കണം? കാരണം ദൈവം ആത്മാവാണ്. ഓ, ശബ്ദം ഉയർത്തി രാമേ പറഞ്ഞു. ദൈവം ആരാണ്? അതുകൊണ്ട് ദൈവം ആത്മാവായതുകൊണ്ട് ഇവിടെ ഒരു പ്രതിമ വെക്കാത്തത്. ആത്മാവായ ദൈവത്തെ പ്രതിമയ്ക്കകത്ത് നമുക്ക് ഒതുക്കാൻ പറ്റത്തില്ല, പരിമിതപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തതാണ് ദൈവം അവരെ നികൃഷ്ടബുദ്ധി ഏൽപ്പിക്കാൻ കാരണമായി തീർന്നത്. റോമലേഖനം 1-ാം അധ്യായത്തിൽ നിന്നാണ് പറയുന്നത്. വിശദീകരിച്ച് നിൽക്കാൻ നേരമില്ല. ദൈവം ആത്മാവാണ്. ഈ ദൈവം ആത്മാവാണെന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തെ ഒരു സ്ഥലത്തോ ഒരു സമയത്തിലോ ഒരു പരിമിതിക്കകത്തോ ഒതുക്കാൻ പറ്റത്തില്ല. ദാവീദ് പറയുന്നത്, സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ ചെന്നാൽ അവിടെയുണ്ട്, സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്നാൽ അവിടെയുണ്ട്. കാരണം അവിടുന്ന് ആത്മാവാണ്. ദൈവം ആത്മാവാണ്, പരിമിതികളില്ലാത്ത ദൈവം. അപ്പൊ ഈ എങ്ങും ഒതുക്കാനൊക്കാത്ത ഉന്നതനായ ദൈവത്തെ തന്റെ ആത്മാവ് കൊണ്ടല്ലാതെ ആരാധിക്കാൻ പറ്റത്തില്ല. ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് ദൈവത്തെ ആത്മാവിൽ ആരാധിക്കണമെന്ന് പറയുന്നത്. ശബ്ദം ഉയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ഈ ജോൺ മക്കാർദർ വളരെ അനുഗ്രഹീതനായ ഒരു സ്കോളറായിരുന്നു. ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് 52 വർഷം ഇരുന്നയാളാണ് ജോൺ മക്കാർദർ. അദ്ദേഹം പറയുന്നത് ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്നാണ്. സ്തോത്രം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെക്കുറിച്ച് 4 കാര്യങ്ങളാണ് പറയുന്നത്. ദൈവം അഗ്നിയാകുന്നു എന്ന് പറയുന്നുണ്ട്, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു, ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നുണ്ട്, വെളിച്ചമാകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഒരു വേർഡാണ് ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവായ ദൈവത്തെ ആത്മാവിലല്ലാതെ നമുക്ക് ആരാധിക്കാനായിട്ട് പറ്റത്തില്ല. ഓ, ശബ്ദം ഉയർത്തി കർത്താവിനെ ഒരുമിച്ചൊന്ന് ആരാധിച്ചാണ്. ഗ്ലോറി. എനിക്കറിയാം ഇത് ഒത്തിരി പരിമിതമായ ഒരു സമയമാണ്. എനിക്കതുകൊണ്ട് ഈ മെസ്സേജ് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങ് കട്ട് ഷോട്ട് ചെയ്ത് അങ്ങ് നിർത്തുക. തന്നെ ആരാധിക്കുന്നവർ, തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവിച്ചിരിക്കുന്നു. യോഹന്നാൻ 4:4 തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ്
ഇച്ഛിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ ആരാധിക്കുന്ന, സത്യത്തിൽ ആരാധിക്കുന്ന. നിങ്ങൾ എല്ലാവരും കൂടെ ഈ വാക്യം ഒന്നിച്ചൊന്ന് വായിച്ചേ. തന്നെ നമസ്കരിക്കുന്നവർ, ഉച്ചത്തിൽ വായിച്ചേ, തന്നെ ആയിരിക്കണമെന്ന് പിതാവ് ദൈവം ആഗ്രഹിക്കുക. നമ്മൾ സൂട്ടൊക്കെ ഇട്ട് ഏഞ്ചലോ നിൽക്കുന്ന കണ്ടില്ലേ, CKയുടെ ഷർട്ടൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ്. നമ്മൾ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സാധനമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് നമ്മളിങ്ങനെ നിൽക്കുക. നല്ലത്, നോ പ്രോബ്ലം. ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടോ, നോ പ്രോബ്ലം. ഏറ്റവും നല്ല ഫെസിലിറ്റിയിൽ ഇരുന്നോ, നോ പ്രോബ്ലം. പക്ഷെ കർത്താവ് പറയും, കുഞ്ഞ്, ഇതെല്ലാം ശരിയാണേലും നീ ഇട്ടിരിക്കുന്ന ഷർട്ട്, നിന്റെ ആ ബനാറസ്, എനിക്ക് സാരിയുടെ പേര് പറയരുതില്ല, ഏറ്റവും ഇപ്പോഴത്തെ ട്രെൻഡഡ് ആയിട്ടുള്ള സാരി അതാ, കാഞ്ചീപുരമോ എന്തെങ്കിലും ആട്ട്. എൻ്റെ ഭാര്യ സാരി കൊടുക്കത്തില്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല. അത് ഞാൻ പറഞ്ഞത് ഏറ്റവും ബെസ്റ്റ്, നല്ലത്. കർത്താവിന് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ നല്ല ഡ്രസ്സ് ധരിക്കുക. പക്ഷെ കർത്താവ് പറഞ്ഞു, കുഞ്ഞ്, ആരാധിക്കാൻ വരുമ്പോൾ എനിക്കൊരു ഇഷ്ടമുണ്ട്. എന്നെ ആരാധിക്കുന്നവൻ, ഈ നമസ്കരിക്കുക എന്ന് പറയുന്ന പദം ചാത്തുമേനോന്റെ പദമാണ് കേട്ടോ. ചാത്തുമേനോൻ അറിയാലോ, സായിപ്പന്മാരെ സഹായിക്കാൻ വേണ്ടി മലയാളത്തിലെ ഭാഷാ പണ്ഡിതനാണ് ചാത്തുമേനോൻ. അദ്ദേഹത്തിന്റെ ഒരുപാട് ആ കൾച്ചറിലുള്ള പദങ്ങൾ ഈ ബൈബിളിനകത്ത് വന്നിട്ടുണ്ട്. ഈ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൽ ഈ പശുഭസ്മം എന്ന് പറയുന്ന ഒരു പദമുണ്ട്. ഭസ്മം എന്ന് കേട്ടാൽ അപ്പോഴേ നമ്മുടെ അമ്മമാർ ശാസിക്കും. സ്തോത്രം. പശുഭസ്മം സത്യത്തിൽ ഈ യാഗപീഠത്തിലെ ചാരമെന്നാണ് പറയേണ്ടത്. പുള്ളി അതിന് അദ്ദേഹത്തിന്റെ ഒരു രീതിയിൽ, അദ്ദേഹത്തിന്റെ ഭാഷാ പാണ്ഡിത്യത്തിൽ പശുഭസ്മം. അതുപോലെ ഈ നമസ്കരിക്കുന്നവർ സത്യത്തിൽ തന്നെ ആരാധിക്കുന്നവർ എന്ന് തന്നെയായിരുന്നു വേണ്ടുന്നത്. കാരണം ഇവിടെ വോഷിപ്പാണ്. അദ്ദേഹം ഈ വോഷിപ്പ് എന്ന് പറയുന്ന പദത്തെ കുറച്ചുകൂടെ സാഹിത്യവൽക്കരിച്ച് നമസ്കരിക്കുന്നു എന്നാക്കി ഇരിക്കുന്നുവെന്നേ ഉള്ളൂ. നമുക്ക് ഈ പദം ഇവിടെ കേൾക്കാം. തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. For the Father is seeking such people to worship him. കർത്താവ് അങ്ങനെ നോക്കുക, തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണം. എന്റെ ചോദ്യം, ഇങ്ങനെ ആരാധിക്കാൻ പറ്റുമോ? ഇങ്ങനെ ആരാധിക്കാൻ പറ്റുമോ? ഞാൻ കൺക്ലൂഡ് ചെയ്യാമേ, പാസ്റ്ററിനോട് പറഞ്ഞ സമയം. ഇതിന്റെ റിസൾട്ട് എന്നാ പാസ്റ്റർ പറഞ്ഞല്ല, എനിക്ക് മനസ്സിലായി. ഇങ്ങനെയൊക്കെ ആരാധിക്കണം, എനിക്ക് മനസ്സിലായി. ഇതാണ് ആരാധന എന്ന് എനിക്ക് മനസ്സിലായി. ഇതിന്റെ ഗുണം എന്നാ? ദൈവത്തെ ആരാധിച്ചങ്ങ് പോകുന്നു എന്ന് മാത്രമാണ്. നോ, ആര് പറഞ്ഞു അത് മാത്രമാണ്? ഞാൻ നിങ്ങളോട് പറയാം, ഈ പറയുന്ന പരുവത്തിൽ ദൈവത്തെ ആരാധിച്ചാലുണ്ടല്ലോ, നിന്റെ 6 തലമുറ വരെ ആലയത്തിനകത്ത് കാണും. മോനെ, ദാവീദ് വലിയ പാട്ടുകാരനൊക്കെ ആയിരുന്നില്ല, ദാവീദ് രാജാവായിരുന്നു. ദാവീദിന്റെ 1-ാം തലമുറ പോലും കൃപയിലില്ലായിരുന്നു. ശലോമോൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, സ്തോത്രം, നിന്റെ അപ്പനോടുള്ള എൻ്റെ നീതി നിമിത്തം ഞാൻ നിന്റെ രാജ്യത്തെ നിന്നിൽ നിന്ന് എടുത്തു കളയത്തില്ല. പക്ഷെ നിന്റെ മകന്റെ സമയം വരുമ്പോൾ ഞാൻ നിന്റെ രാജ്യത്തെ നിങ്കിൽ നിന്ന് പറിച്ചു കീറും. ദാവീദിന്റെ മകൻ ശലോമോന് കൃപയിൽ നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ നിങ്ങൾ ആസാഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ശ്രദ്ധിക്കണം കേട്ടോ. ആസാഫ്, ആരാധിക്കുന്നവൻ. ആസാഫ്, അയാളുടെ 6 തലമുറ ആലയത്തിനകത്തുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ ഈ പറഞ്ഞതുപോലെ സിൻസിയറായിട്ട് ആരാധിക്കുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കളിയാക്കിയേക്കാം. അവന്റെ ആ കയ്യടി, അവന്റെ ആ പാട്ട്, അവന്റെ ആ കരച്ചില്, എനിക്കത് കാണുമ്പോ അയാൾ പറഞ്ഞോട്ടെ, അന്ന് മൈൻഡ് ചെയ്യരുത്. നിന്റെ 6 തലമുറയെ ബാധിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് അങ്ങനെ 6 തലമുറയൊക്കെ പിന്നെ ദൈവം മറക്കത്തില്ല. മിസ്രൈമിൽ വെച്ച് ചുമ്മാ ഒരു ഇസ്രായേലിയൻ പറഞ്ഞതാ, നിന്നെ ഞങ്ങൾക്ക് ന്യായാധിപതിയും കർത്താവും ആക്കിയത് 40 വർഷം കഴിഞ്ഞ് പർവ്വതത്തിന് മുകളിൽ തീയുടെ അകത്ത് ദൈവം ഇറങ്ങി നിൽക്കുമ്പോൾ മോശയോട് പറയും, നിന്നെ ന്യായാധിപതിയും കർത്താവും ആക്കിയത് ആരാണ് എന്ന് പറഞ്ഞവരുടെ നടുവിൽ
ഞാൻ നിന്നെ ന്യായാധിപതി അയക്കാൻ പോവാ. മോശ, നീ മറന്ന കാര്യമായി, പക്ഷെ കർത്താവ് മറക്കത്തില്ല. ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ പറയാം. കോരസിന് 200 വർഷം മുമ്പ് ജീവിച്ച് മരിച്ചയാളാണ് ഇരമ്യാവ്. ഇരമ്യാവ് പ്രവചിച്ചു, ഞാൻ കോരസിന്റെ മനസ്സിനെ ഉണർത്തും. ഇരമ്യാവ് മരിച്ചിട്ട് 200 വർഷം കഴിഞ്ഞിട്ട് ഒരപ്പനും അമ്മയ്ക്കും ഒരു മകൻ ജനിച്ചു, പേര് കോരസ്. ഹലോ ജാതീയനായ അപ്പാ, നിന്നോട് ആര് പറഞ്ഞു ഇവന് കോരസ് എന്ന് പേരിടാൻ? ഞാൻ പറയാം, ഹല്ലേലൂയ, ദൈവത്തിന് തന്റെ ഉദ്ദേശത്തിന് വേണ്ടി ഏത് ജാതീയന്റെ മനസ്സിനെ ഉണർത്താൻ അറിയാം. ഒരാമേൻ പറഞ്ഞാണ്. ഇസ്രായേലിൽ നിന്ന് ഇസ്രായേല് ഇറങ്ങുമ്പോ ഇസ്രായേൽക്കാരത്തികളായ കൊച്ചമ്മമാര് മിസ്രൈമിലെ യജമാനത്തിമാരോട് പറഞ്ഞു, ആരാധിക്കാൻ പോവാ, ഒരു മാല തരാം. അപ്പൊ അവര് പറയുക, എന്തിനാ മാല? ആഭരണപ്പെട്ടി തന്നെ അങ്ങ് തരാം. അവിടെ ഒരു പദമുണ്ട്, മിസ്രൈമ്യർക്ക് കൃപ തോന്നുമാറാക്കി. ദൈവം അവരുടെ ഹൃദയത്തെ അങ്ങനെ ചലിപ്പിച്ചു. അതുകൊണ്ട് ഒരു മാല ചോദിച്ചപ്പോ ഒരു മാലയല്ല, ആഭരണത്തിന്റെ പെട്ടി തന്നെ കൊടുക്കുക. അവര് മഹാസമ്പന്നരായിട്ടാണ് മടങ്ങുന്നത്. ജീസസ്, അതിന്റെ ദൈവനീതിയൊക്കെ പറയാൻ നേരമില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം മറക്കത്തില്ല കേട്ടോ. ഇവിടെ ഈ നെഹമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം 22-ാമത്തെ വാക്യം. നെഹമ്യ 11:22. നിങ്ങൾ എല്ലാവരും ബൈബിൾ എടുക്കണമെന്നില്ല, ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. നെഹമ്യ 11:22. ഓക്കെ, ദൈവാലയത്തിലെ വേലയ്ക്ക് യെരൂശലേമിൽ ഉണ്ടായിരുന്ന ലേവ്യരുടെ പ്രമാണി അസഫ്യരായ സംഗീതക്കാരിൽ ഒരുത്തനായി. ഇനി നിങ്ങളുടെ ജനറേഷനെ ശ്രദ്ധിക്കണം. ആസാഫ്, മീഖയുടെ മകനായ മത്തന്യാവ്, മത്തന്യാവിന്റെ മകനായ ഹഷ്ബിയാവിന്റെ മകനായ ബാനിയുടെ മകനായ ഉസി. എണ്ണിക്കോ, തലമുറ എണ്ണാൻ പോവാ. ആസഫ്, മീഖ, മത്തന്യാവ്, ഹഷ്ബിയാവ്, ബാനി, ഉസി. നേരെ ചൊവ്വേ ആരാധിച്ചവന്റെ 6ാം തലമുറ പോലീസ് സ്റ്റേഷനിലല്ല, നേരെ ചൊവ്വേ ആരാധിച്ചവന്റെ 6ാം തലമുറ ദൈവാലയത്തിന്റെ വേലയിലാണ്. കരമുയർത്തി പിടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. ആരോട് പണിയാ വന്നിരിക്കുന്നത്? ചർച്ചിനകത്ത് ആരോട് പണിയാ വന്നിരിക്കുന്നത്? തലമുറയെ വേണോ? നിങ്ങളുടെ PhD കൊണ്ട് തലമുറയുടെ കൃപയിൽ നിർത്താൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. സിൻസിയറായിട്ട് കർത്താവിനെ ഒന്ന് ആരാധിക്കോ. ഈ ആരാധനയുടെ പ്രത്യേകത എന്നാണെന്നറിയോ? പ്രസംഗമൊക്കെ ഇവിടെ വരെ ഉള്ളു കേട്ടോ. റെജി പാസ്റ്റർ നിത്യത പ്രസംഗകനല്ല, മോൻസി പാസ്റ്റർ നിത്യത ടീച്ചറല്ല, ലിജു പാസ്റ്റർ നിത്യതയിൽ ടീച്ചറല്ല, പ്രസംഗകനല്ല. പക്ഷെ സ്വർഗത്തിൽ ആരാധനയുണ്ട് കേട്ടോ. സ്വർഗത്തിലും ആരാധനയുണ്ട്. ഈ മൈനർ സ്വർഗത്തിലും ആരാധനയുണ്ട്. പ്രസംഗമൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂ. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ടല്ലോ, സ്വർഗനാട്ടിലും തുടരുന്നതാ ഈ ബന്ധം എൻ ഭാഗ്യമേ. എവിടെ തുടരുന്നത്? സ്വർഗനാട്ടിലും തുടരുന്ന ഈ ബന്ധം എൻ ഭാഗ്യമേ. സ്വർഗനാട്ടിലും തുടരുന്ന ഒരു ഭയങ്കര കാര്യം, ആരാധന. വേണോ? ഇങ്ങനെ ഒരു ആരാധന വേണോ? സഹോദരങ്ങളെ, തലമുറയോട് ദൈവം നീതിയുള്ളവനായിരിക്കും. നമ്മൾ ജീവിച്ച ഒരു കാലത്തെ അല്ല നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നത്. ഇവിടെ ചർച്ച്ലെസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു പുത്തൻ മൂവ്മെന്റ് വന്നുകൊണ്ടിരിക്കുക. ചർച്ച്ലെസ് ക്രിസ്ത്യാനിറ്റി. ചർച്ച് വേണ്ട, ക്രിസ്ത്യാനിറ്റി മതി. നടക്കില്ല. ഇങ്ങനെ എന്തെല്ലാം തിയറീസ് ഉണ്ടാകുന്നു. 2 മാസം മുമ്പ് ഞങ്ങൾ പ്ലസ് ബ്രദറൊക്കെ ഒന്നിച്ചുള്ള മീറ്റിങ്ങിന് വേണ്ടി ഞാൻ വന്നപ്പോൾ ചിലർ എന്നോട് പറഞ്ഞു, വെളിപ്പാട് പുസ്തകം വേണ്ട എന്നാ പറയുന്നത്, മിത്താന്നാ പറയുന്നത് വെളിപ്പാട് പുസ്തകം. അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടായി വരികയാണ്, ചർച്ച്ലെസ് ക്രിസ്ത്യാനിറ്റി. ഞാൻ പറയാം, നിങ്ങൾ വിശുദ്ധിയോടെ ഈ പറയുന്നത് പോലെ ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, കാലങ്ങൾ എത്ര മാറിയാലും
ന്യായപ്രമാണം എത്ര അഴിഞ്ഞാലും, ഉപദേശം എത്ര അഴിഞ്ഞു പോയാലും, സത്യം കാണാതെ വന്നാലും, ഓ ഹല്ലേലൂയ, വ്യാജം ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിച്ചാലും, നേരെ ചൊവ്വേ ആരാധിക്കുന്നവന്റെ 6ാം തലമുറ ആലയത്തിനകത്ത് കാണുമെന്ന് ബൈബിൾ ഉറപ്പ് പറയുന്നു. ജീസസ്, നേരെ ചൊവ്വേ ആരാധിക്കണം. ഞാൻ വേഗം കണ്ണുകളോട് ചെയ്യട്ടെ. ഞാൻ നിങ്ങളോട് പറയാം, ആരാധിക്കുന്നവന്റെ വീട്ടിലെ അനുഗ്രഹം നാട്ടിലും പട്ടണത്തിലും ചർച്ചയാകും കേട്ടോ. ഈ പെട്ടകം വരുന്ന 2 വീടുണ്ട്. ഒന്ന് അഭിനാദാവിൻ്റെ വീടാ. 20 വർഷം ഇരുന്നു കേട്ടോ. 20 വർഷം അഭിനാദാവിൻ്റെ വീട്ടിൽ 20 വർഷം. 20 വർഷമേ അഭിനാദാവിൻ്റെ വീട്ടിൽ പെട്ടകം ഇരുന്നപ്പം ആ പെട്ടകം പെട്ടിയായിരുന്നു. ഞാനിതൊന്ന് എടുക്കുവാണേ. സ്തോത്രം. പെട്ടകം പെട്ടിയായിരുന്നു. അഭിനാദാവിന് പെട്ടകത്തിന്റെ പൊടി തുടയ്ക്കാൻ അറിയാം. പുള്ളി രാവിലെ വൈകിട്ടും ചെന്ന് പെട്ടകത്തിന്റെ പൊടി തുടയ്ക്കും. 20 വർഷം പുള്ളിയുടെ പരിപാടി എന്നാ? രാവിലെ വൈകിട്ടും പെട്ടകത്തിന്റെ പൊടി തുടയ്ക്കുക. പക്ഷെ ഒരു ഗുണം ഉണ്ടാക്കിയില്ല. സ്തോത്രം. പെട്ടകം വീട്ടിൽ വരുന്നതല്ല വലിയ കാര്യം. ഒബേദേദോമിന്റെ വീട്ടിൽ 3 മാസം പെട്ടകം വരുന്നു കേട്ടോ. ഒബേദേദോം എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയോ? ഓഷിപ്പർ. ആരാധിക്കാൻ അറിയാവുന്നവന്റെ വീട്ടിൽ 3 മാസം പെട്ടകം വരുന്നു. 3 മാസം കൊണ്ട് അഭിനാദാബ് എന്ന് പറയുന്ന മനുഷ്യൻ രാജ്യത്ത് ചർച്ചയായി, കൊട്ടാരത്തിൽ ചർച്ചയായി. ആരാധിക്കാൻ അറിയുന്നവന്റെ മുൻപിൽ പെട്ടകം ചെന്നാൽ അതാ സ്ഥിതി. ഞാനതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ജീവിതത്തിന്റെ വ്യത്യാസം കാണാൻ കൊതിക്കുന്നുണ്ടോ? മാറ്റം കാണാൻ കൊതിക്കുന്നുണ്ടോ? ആരാധന എന്നതാണ് ഏറ്റവും നല്ല മാർഗം. ശരിയായി ആരാധിക്കുക. ശരിയായി ആരാധിക്കുക. ശരിയായി ആരാധിക്കുക. ശരിയായി ആരാധിക്കുക. ഞാൻ അവസാനിപ്പിക്കുക. അങ്ങനെ ഒന്ന് എനിക്കറിയാം, ഞാൻ കൈയടിക്കാൻ പറ്റിയ ഒരു പ്രസംഗമല്ല പറഞ്ഞത്. പക്ഷേ ഇവിടെ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. ചിലരെ ആഴമായി തൊടുന്ന, സ്വാധീനിക്കുന്ന ഒരു ദൈവസാന്നിധ്യം. ഇന്ന് പകലിൽ അങ്ങനെ ഒന്ന് സമർപ്പിക്കാൻ എത്ര പേരുണ്ട്? കർത്താവിനോടുള്ള ആ ലവിനകത്ത് ചെന്ന് കർത്താവിനെ ആരാധിക്കാൻ, ആ ലവിനകത്തൊന്ന് ആരാധിക്കാൻ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച്, അതിരങ്ങളെല്ലാം ഒന്ന് തുറന്ന്, കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. പഠിക്കേ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. ഈ പ്രസംഗം കേട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ണ് തുറന്നിരിക്കരുത്. ഒന്ന് കണ്ണടച്ച്, നിർബന്ധമായിട്ടും കണ്ണടച്ച്. നിങ്ങൾ ഈ വചനം ശരിക്കും കേട്ടെങ്കിൽ കനേഡിയൻ ഡോളറിൻ്റെയും ഇവിടെയുള്ള വീടുകളുടെയൊക്കെ അഹങ്കാര തിമിർപ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ പ്രതികരിക്കരുത് കേട്ടോ. എന്നാൽ അതിനപ്പുറത്ത് നിങ്ങൾ ആ വചനത്തിൻ്റെ മുൻപിൽ നിഷ്കളങ്കത്വത്തോടെയാണ് പ്രതികരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഞാൻ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരികയാണ്. എത്ര പേരങ്ങനെ പ്രാർത്ഥിക്കും? എത്ര പേരങ്ങനെ സംസാരിക്കും? ഒരു 2 മിനിറ്റ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്, 2 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിന്ന്, ബൈബിളും എല്ലാം ഒന്ന് താഴെ വെച്ച്, ഫോണെല്ലാം ഒന്ന് താഴെ വെച്ചിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന്. ഒന്നുകൂടെ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപ്പാദത്തിൽ കിടന്നിടുവാൻ. ഒന്നുകൂടെ പാടിക്കേ. കൊതിയേറുന്നേ അരികിൽ വരാ, തിരുപാദത്തിൽ കിടന്നിടുവാൻ. വൈകിടുമോ പ്രിയനേ വരാ,
വൈകിടുമോ വൈകിടുമോ എന്നെ ചേർപ്പാ താതന്റെ മാർവല്ലേ ചൂടനിക്കേ താതന്റെ കൈയല്ലേ തണലെനിക്കേ ഓ താതന്റെ മാർവല്ലേ ചൂടനിക്കേ താതന്റെ കൈയല്ലേ തണലെനിക്കേ ഓ താതന്റെ മാർവല്ലേ ചൂടനിക്കേ താതന്റെ കൈയല്ലേ അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങെത്രയോ അങ്ങെത്രയോ മഹോന്നതം അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങെത്രയോ അങ്ങെത്രയോ മഹോ ഹൃദയത്തിൽ നിന്നത് പാടിക്കേ അത്യുച്ചത്തിൽ പാടും ഞാൻ നമ്മുടെ സ്പിരിറ്റും ദൈവത്തിന്റെ ആത്മാവും കൂടെ കണക്ട് ആകട്ടെ ഓ അത്യുച്ചത്തിൽ പാടും ഞാൻ കർത്താവേ അങ്ങെത്രയോ അങ്ങെത്രയോ മഹോന്നതൻ അങ്ങെത്രയോ അങ്ങെത്രയോ മഹോ ഉച്ചത്തിൽ പാടിക്കേ ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഹോസന്ന നിയോഗത്തോടെ പാടിക്കേ നിയോഗത്തോടെ പാടിക്കേ ഓ ഹല്ലേലൂയ ഹോസന്ന രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തി പിടിച്ചേ ദൈവ സാന്നിധ്യത്തെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തൊന്ന് പഠിക്കും സത്യ നമസ്കാരികൾ ഓ ഹല്ലേലൂയ സത്യ നമസ്കാരികൾ ട്രൂ വർഷിപ്പേഴ്സ് ഹല്ലേലൂയ ഓ യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ പാടിക്കേ ഒരിക്കൽ കൂടെ പാടിക്കേ ഓ ഹല്ലേലൂയ ഹോസന്ന ആമേൻ ഓ ഹല്ലേലൂയ ഹോസന്ന ഓ ഹല്ലേലൂയ റഖബ ശകതനയ റാദമ സിഗദമനെ ഒരിക്കൽ കൂടെ പാടിക്കേ ഒരിക്കൽ കൂടെ പാടിക്കേ ഓ ഹല്ലേലൂയ ഹോസൻ ശകബ സെഗതനയ ഓ ഹല്ലേലൂയ രേഥമ സെഗതനയ ഓ ഹല്ലേലൂയ ഒരിക്കൽ കൂടെ പാടിക്കുക ഒരിക്കൽ കൂടെ പാടിക്കുക ഒരിക്കൽ കൂടെ ഹല്ലേലൂയ ഹോസന്ന സത്യ നമസ്കാരികൾ പാടിക്കേ ഓ ഹല്ലേലൂയ ഹോസന്ന ഹോസന്ന ഓ ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഹല്ലേലൂയ ഹോസന്ന ഓ ഹല്ലേലൂയ എല്ലാ കണ്ണുകളും അടച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കേ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ എൻ്റെ കർത്താവ് ഇനി എനിക്ക് എത്ര കാലം ഉണ്ടെന്നൊന്നും അറിയില്ല
എത്ര കാലം ഉണ്ടേലും ഞാൻ ഇടത്തും വലത്തും മുൻപിലും പിൻപിലും ഇരിക്കുന്ന ആരെയും ശ്രദ്ധിക്കില്ല. ഞാൻ അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. അങ്ങനെ പറയുന്നവരെല്ലാം ഒന്ന് പ്രാർത്ഥിച്ചേ. എനിക്ക് മനസ്സിലായി ട്രൂ വേർഷിപ്പ് എന്താണെന്ന്. യേശുവേ, ഞാൻ ആരാധിക്കും. നിങ്ങളൊരു ചെറിയ തീരുമാനമായിരിക്കും എടുക്കുന്നത്, പക്ഷെ നിങ്ങളുടെ ജനറേഷൻ ടു ജനറേഷൻ, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ബാധിക്കുന്ന, അവരെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത്. എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിക്കുക. എനിക്കറിയാം കർത്താവ് ഭയങ്കര കാര്യം ചെയ്യുന്ന ഒരു സമയമായത്. റമാന ഷൽബാര ഹന്തൽ ജനാഥന ആത്മാവിൽ നിന്ന് പ്രാർത്ഥന റന്തൽ ജനാഥൻ റഗദൽ. ജോനാഥൻ എഡ്വേർഡിന്റെ തലമുറയെക്കുറിച്ച് ഒരു പഠനം നടന്നു കേട്ടോ. ജോനാഥൻ എഡ്വേർഡിന്റെ തലമുറയെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ തലമുറയിൽ ഒറ്റ പിന്മാറ്റക്കാരനില്ലായിരുന്നു, ഒറ്റ മദ്യപനില്ലായിരുന്നു, ഒറ്റ പുകവലിക്കാരനില്ലായിരുന്നു, ഒറ്റ ഡിവോഴ്സി ഇല്ലായിരുന്നു, ഒറ്റ ക്രിമിനൽ ഇല്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നോ, കർത്താവ് വരാൻ താമസിക്കുന്നെങ്കിൽ അവരിൽ നിന്ന് സന്തതികൾ ഉണ്ടാകും. ഓ റാബാബ ശേഖേൻ. എത്ര പേരൊന്ന് പ്രാർത്ഥിക്കും? മക്കളുടെ മക്കളെയും ആത്മാവിൽ കണ്ടിട്ടൊന്ന് പറ, കർത്താവ് എൻ്റെ സന്തതി പരമ്പരകളിൽ, ഓ യേശുവേ, എൻ്റെ സന്തതി പരമ്പരകളിൽ കൃപ വിട്ടു പോകുന്ന ഒന്നും കാണല്ലേ. അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ, കാലം ഉണ്ടെങ്കിൽ ഒരൊറ്റ പിന്മാറ്റക്കാരൻ എൻ്റെ തലമുറയിൽ ഉണ്ടാകൽ. എത്ര പേര് പ്രാർത്ഥിക്കും? നിയോഗത്തോടൊന്ന് പ്രാർത്ഥിച്ചേ. റാബാബ ശേഖതമന ഘടകഥന് റാംദൽ ജനാഥൻ. അത് കൊച്ചുമക്കളുടെ കാലത്തായിരിക്കും ആ പ്രാർത്ഥന ബാധിക്കുന്നത്. ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ തലമുറയിൽ ഒരു പിന്മാറ്റക്കാരൻ, എൻ്റെ തലമുറയിൽ ഒരു ക്രിമിനൽ ഉണ്ടാകല്ലേ കർത്താവേ. എന്റെ തലമുറയിൽ കൃപയും വിട്ടുപോകുന്ന ഒരെണ്ണം ഉണ്ടാകല്ലേ കർത്താവേ. അതിന് ഞാനൊന്ന് ആരാധിച്ചാൽ മതിയെങ്കിൽ ഞാൻ ആരാധിക്കാം കർത്താവേ, ഞാൻ ആരാധിക്കാം. ഓ ജീസസ്. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അവിടുത്തെ സന്നിധി തരിക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാൻ നിങ്ങൾക്ക് അവരുടെ അനുവാദമൊന്നും വേണ്ട. ഹന്ന ശമൂവേലിനെ യഹോവയ്ക്ക് നിവേദിക്കുമ്പോൾ ശമൂവേലിനോട് ചോദിച്ചിട്ടൊന്നുമല്ല. നിങ്ങളുടെ മക്കളാണ്, നിങ്ങൾക്ക് അവരെ കർത്താവിൻ്റെ സന്നിധി കൊടുക്കാൻ അവരുടെ അനുവാദമൊന്നും വേണ്ട. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ കുഞ്ഞ്, അവൻ്റെ ബുദ്ധി, അവൻ്റെ ചിന്ത, അവൻ്റെ ആയുസ്, അവൻ്റെ ആരോഗ്യം, അവൻ്റെ ശരീരം, അവനുണ്ടാകുന്നതെല്ലാം കർത്താവേ ഞാൻ അവിടുത്തെ സന്നിധി ഡെഡിക്കേറ്റ് ചെയ്യുക. കർത്താവേ, എൻ്റെ തലമുറയെ അങ്ങ് കൺട്രോൾ ചെയ്യണേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. എത്ര പേര് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും? നിങ്ങൾ ഒരൊറ്റ പ്രാർത്ഥനയായിരിക്കും പ്രാർത്ഥിക്കുന്നത്, പക്ഷെ കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും നിങ്ങൾ മരിച്ചപ്പോലും പ്രാർത്ഥന മരിക്കത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ച, കർത്താവേ, എന്നെ ഞാൻ മുഴുവനായി തരികയാണ്. ഓ, എൻ്റെ ലൈഫ് ആമേൻ അങ്ങനെ ഒരു സത്യാരാധനയായി ഒന്ന് മാറട്ടെ കർത്താവേ. ജീസസ്. ഷാബാബ ശെഖതന് ബ്ലസ്മേമിനെ അതുകൊണ്ടാണ് പാടിയത്. എൻ്റെ ജീവിതമാണ് എൻ്റെ ആരാധന, ഞാൻ യേശുവിലായതിനാ. ജീവിതം ആരാധനയാണ്. ജീവിതം കൊണ്ട് ആരാധിക്കുകയാണ്. നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, കിടക്കുമ്പോൾ, പോകുമ്പോൾ, വരുമ്പോൾ ജീവിതം ഒരു ആരാധനയാണ്. ചർച്ച മാത്രമല്ല ആരാധന, സത്യാരാധകന്റെ ജീവിതം കൂടി ആരാധനയാണ്. എത്ര പേര് പ്രാർത്ഥിക്കും? പ്രിയ പിതാവേ, മനസ്സും ഹൃദയവും തുറന്ന് ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ മാറ്റങ്ങൾ ഈ ജനത്തിൻ്റെ അകത്തുണ്ടാകണം കർത്താവേ. ഹല്ലേലൂയ. കർത്താവ്, ദീർഘവർഷങ്ങളായി സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ കർത്താവ്, ഈ സഭയോടുള്ള എല്ലാ ഉത്തരവാദിത്വത്തിലും നിന്ന് ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. ഇവർ ഈ രാജ്യത്തിന് എങ്ങോട്ട് പോയാലും, ലോകത്തിന് എവിടെ പോയാലും സത്യാരാധകരായി എന്നും നിൽക്കത്തക്ക വിധത്തിൽ ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. മനസ്സും ഹൃദയവും തുറന്ന് ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഓരോ കുടുംബങ്ങളും ഓരോ തലമുറകളും അനുഗ്രഹമാകട്ടെ കർത്താവ്. അത് ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ദയവായിട്ട് ഇരുന്നാണ്. ഒത്തിരി നന്ദി ഈ ശുശ്രൂഷയിൽ വിളിച്ചതിൽ. ഞാൻ അല്പസമയം കൂടുതലെടുത്തു.